കവിതകളിലൂടെ ചില ഓട്ടപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോഴൊക്കെ വായിച്ച കവിതകളുമൊക്കെ. എന്തായാലും സമകാലിക ജീവിതത്തെ എടുത്തു കാണിക്കുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ പ്രവണതകളെയും പഴമയും എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മുടെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ നോക്കിക്കാണുന്ന വിധത്തിൽ ഏറെ ആശയസമ്പുഷ്ടം നിറഞ്ഞ അതുപോലെ സുഗ്രാഹ്യമായ സാധാരണക്കാരൻ മനസ്സിലാകുന്ന വിധത്തിൽ ഉള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കവിത മാത്രം, ഒരു കവിതയെപ്പറ്റി മാത്രം 2 വാക്ക്. വാടകക്കുരുന്നുകൾ. അത് പുതിയ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് വളരെ 60-നും 70-നും മുകളിൽ പ്രായമുള്ള ആളുകൾ ഒറ്റപ്പെട്ട് മക്കളെല്ലാം വിദേശത്ത് പോയി വീടുകൾ മാത്രം അവശേഷിക്കുന്ന അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രം, മക്കളില്ല, പേരക്കുട്ടികളില്ല. അപ്പം അവരുടെയൊക്കെ സങ്കടം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റെൻ്റ് എ ചൈൽഡ്, അതിൻ്റെ കവിതയുടെ പേര് വാടകക്കുരുന്നുകൾ. അപ്പം കുട്ടികൾ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ കൊച്ചുകുട്ടികളെ കൊണ്ട് നമ്മൾ വിടും. അവർക്ക് പ്രതിദിനം 1000 രൂപ കൊടുക്കണം. അപ്പം എങ്കിൽ പോലും ആ വീട് ശബ്ദമുഖരിതമാകുന്നു, സന്തോഷം തലവരെ നിറയുന്നു. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രയാസങ്ങളും എന്നാൽ ചില സാധ്യതകളും ഒക്കെ പറഞ്ഞു തരുന്ന കവിതകൾ. അതുപോലെ തന്നെയാണ് മിക്കവാറും എല്ലാ കവിതകളിലേക്കും ഞാൻ കിടക്കുന്നത്. ഏതായാലും ഈ ചടങ്ങിൽ എത്തിയ വിശിഷ്ടാതികൾക്കടക്കം സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഇവിടെ ഈ കവിത പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് മാടായി കോളേജ് പ്രൊഫസറും പ്രശസ്ത കവയിത്രിയും റീഡേഴ്സ് ഫോറത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു അംഗവും അഭിമാനവും ഒക്കെയായ ഡോക്ടർ KV സിന്ധു ടീച്ചറാണ്. സിന്ധു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകളും സിന്ധു ടീച്ചറിൻ്റെ മകളും സഹപാഠികളാണ്. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ സിന്ധു ടീച്ചറെ സ്നേഹപൂർവ്വം ആലക്കോട് സർഗവേദി റീഡേഴ്സ് ഫോറത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഷൈജു ചാക്കോയാണ്. അദ്ദേഹത്തെയും എനിക്ക് നേരിട്ട് പരിചയമില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ജ്യേഷ്ഠനെയും കുടുംബത്തെയും ഒക്കെ അറിയാം. വീട്ടുപേര് പറഞ്ഞപ്പോൾ തന്നെ, കൂട്ടുചേരാടിയിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നെങ്കിലും അദ്ദേഹത്തെയും, അദ്ദേഹം ബ്രണ്ടൻ കോളേജിലെ അധ്യാപകനാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയതും ഒക്കെ ഇവിടെയാണ്. നമുക്കൊക്കെ അഭിമാനമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ ബ്രണ്ടൻ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുക എന്നുള്ളത്. ഏതായാലും സുരേഷിൻ്റെ സഹപാഠി കൂടിയായ ഷൈജുവിൻ്റെ അവതാരികയും നന്നായി കവിതയെ ഹൈഡഗർ അടക്കമുള്ള ലോക ക്ലാസിക്കുകളിലെ ഫിലോസഫേഴ്സിനെ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം കവിതാ പഠനം മുഖവരിയായി ചേർത്തിട്ടുള്ളത്. നന്നായി പഠിച്ച് കവിതയെപ്പറ്റി നന്നായി സസൂക്ഷ്മം നിരീക്ഷിച്ച് നല്ലൊരു പഠനം കവിതയെപ്പറ്റി പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഏതായാലും അതിനുകൂടി അഭിനന്ദിച്ചുകൊണ്ട് സർഗവേദി റീഡേഴ്സ് ഫോറത്തിന് വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി ഷൈജു ചാക്കോയെ അവരുടെ ഇവിടെ ഈ വേദിയിലേക്ക് സ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം സർഗവേദി റീഡേഴ്സ് ഫോറത്തിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് യോഗ നടപടിക്ക് വേണ്ടി ശ്രീ പ്രദീപ് സാറിനെ ക്ഷണിക്കുന്നു. കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം മനുഷ്യ മനസാക്ഷിയെ മരവിക്കുന്നതും ക്രൂരവുമാണ്. ഭീകരവാദം മാനവികതയ്ക്കും ജനാധിപത്യത്തിനുമെതിരെ ആണ് നിലകൊള്ളുന്നത്. നിസ്സഹായരായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ഈ കൂട്ടായ്മ അപലപിക്കുന്നു. അപരവിദ്വേഷവും വിഭാഗീയതയും ഇല്ലാതാക്കി സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും പുതുലോകമാണ് ഉണർന്നു വരേണ്ടത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1 മിനിറ്റ് നമുക്ക് മൗനമാക്കി. നന്ദി. ഇന്ന് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷിൻ്റെ ഉടൽ ഭാഷകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്ന പ്രസിദ്ധ കവി
പരിചയപ്പെടുത്തി നടത്തുന്ന ശ്രീ ഷൈജു കെ ചാക്കോ, അതേപോലെ പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ ആർ പ്രസാദ് മാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ്, അതേപോലെ ഇവിടെ വന്നെത്തിയിട്ടുള്ള മറ്റ് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ, സുരേഷിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, മറ്റ് ബഹുമാന്യരെ, 19 വർഷമായി സർഗവേദി ആലക്കോട് രൂപം കൊണ്ടിട്ട്. സർഗവേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആലക്കോട് നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആലക്കോടിൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി റീഡേഴ്സ് ഫോറം കൂടി രൂപീകരിക്കുന്നു. അതിനുശേഷം ബഹുമുഖമായ പല വിധത്തിലുള്ള പരിപാടികളാണ് സർഗവേദി റീഡേഴ്സ് ഫോറം ആലക്കോടും പരിസരത്തുമായി നടത്തിയിട്ടുള്ളത്. അത് വീട്ടുമുറ്റ ചർച്ചകളായിട്ടും വീട്ടക സദസ്സുകളായിട്ടും സാംസ്കാരിക സായാഹ്നങ്ങളായിട്ടും പുസ്തക പ്രകാശനങ്ങളായും ഒക്കെ ഈ ആലക്കോടിൻ്റെ എല്ലാ ഭാഗത്തും, എല്ലാ വീടുകളിലും, എല്ലാ കാലങ്ങളിലും നമ്മൾ പരിപാടികൾ നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് അംഗമായ സുരേഷിൻ്റെ ആദ്യ കവിതാ സമാഹാരം സർഗവേദിയുടെയും റീഡേഴ്സ് ഫോറത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ പ്രകാശനം ചെയ്യണം എന്ന് സുരേഷ് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം നമ്മളത് ഏറ്റെടുത്തത്. സുരേഷിൻ്റെ കവിതകൾ വളരെ കാലങ്ങളായി വിവിധ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരുന്നവയാണ്. അതിൽ മിക്ക കവിതകളും നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അത് വാക്കുകളുടെ ഘടന കൊണ്ടും ആശയത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടും ഒക്കെ വളരെ കൃത്യമായ കവിതകളാണ് സുരേഷ് എഴുതിയിട്ടുള്ളത്. സുരേഷിൻ്റെ കവിതകളെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം സുരേഷിൻ്റെ കവിതകളെ പറ്റി സംസാരിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ കവിതകളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമ്മുടെ ഈ ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം നടത്തുന്നത് നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ആലക്കോടിൻ്റെ ഏറ്റവും അധികം ബന്ധു എന്ന് പറയാവുന്ന ഡോക്ടർ സിന്ധു KV ആണ്. കാപ്പിത്തോട്ടങ്ങളുടെ സൂക്ഷിപ്പുകാരി, പാതിരാ സൂര്യൻ, തൊട്ടുനോക്കിയിട്ടില്ലേ പുഴകളെ എന്നുള്ള കവിതാ സമാഹാരങ്ങളും, ഇത് ഗുഡെർത്ത് പേളസ്ബെക്കിൻ്റെ നല്ല ഭൂമി എന്ന് പറയുന്ന പേളസ്ബെക്ക് എഴുതിയതാണ്. ആ പേളസ്ബെക്കിൻ്റെ പീക്കിംഗ് എന്നുള്ള കത്തുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു സിന്ധു ടീച്ചറാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ എല്ലാ പരിപാടികളിലെയും ആലക്കോട് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സഹോദരി എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണ് സിന്ധു ടീച്ചർ. നമ്മുടെ വീട്ടുമുറ്റ ചർച്ച ഏറ്റവും ആദ്യം തുടങ്ങിയപ്പോൾ പ്രസാമാഷിന്റെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യം അത് തുടങ്ങുമ്പോൾ പ്രഭാകരൻ മാഷ്, അതേപോലെ മാധവൻ കുറച്ചേരിക്കുള്ള സന്ദർഭത്തിൽ ടീച്ചറും അന്ന് ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വീട്ടുമുറ്റ തുടങ്ങുന്ന സന്ദർഭത്തിൽ ടീച്ചറും ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറിനെ നമ്മൾ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്തിരിക്കുന്ന തന്നെ നമ്മുടെ ഒരു ബന്ധു സഹോദരിയായ ടീച്ചറിനെ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പ് അംഗമായിട്ടുള്ള സ്നേഹപ്രവർത്തനായ ദീപേഷ് സാറിൻ്റെ സഹോദരി കൂടിയാണ് സിന്ധു ടീച്ചർ. ടീച്ചറിനെ ഒരിക്കൽ കൂടി ഞാൻ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇന്ന് ഈ പുസ്തക കവിതയുടെ പരിചയം നടത്തുന്നത് സുരേഷിൻ്റെ സുഹൃത്തും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറുമായിട്ടുള്ള ശ്രീ ഷൈജു കെ ചാക്കോയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ കവിതകളുടെ നല്ലൊരു പരിചയപ്പെടുത്തൽ നമുക്ക് സാറിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് പുസ്തകം ഏറ്റുവാങ്ങുന്ന പ്രസാദ് മാഷ്, മറ്റ് സുരേഷിൻ്റെ കുടുംബാംഗങ്ങൾ, സുരേഷിൻ്റെ സഹപ്രവർത്തക സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്കിടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ നമുക്ക് പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം സിന്ധു ടീച്ചർ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സുരേഷിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പോകാം. സുരേഷിൻ്റെ കുടുംബാംഗങ്ങൾ കൂടി
ഈ പരിപാടി അല്ലെങ്കിൽ സർഗവേദിയുടെ ഒരു പരിപാടിയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഔപചാരികത ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടാറേ ഇല്ല. നേരത്തെ പ്രതിവട്ടം പറഞ്ഞ പോലെ എൻ്റെ ഒരു കുടുംബ സംഗമം എന്നേ ഇങ്ങനെയുള്ള പരിപാടികൾ എപ്പോഴും തോന്നാറുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സർഗവേദിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ നമ്മുടെ തന്നെ ഒരു കൂട്ടായ്മ, നമ്മുടെ ഒരു സന്തോഷം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിലൊരു പുസ്തക പ്രകാശനം നടക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു കവിതാ പുസ്തകവുമായി വരുന്നു എന്നുള്ള വലിയൊരു സന്തോഷം ഇന്നത്തെ ഈ പരിപാടിയിലുണ്ട്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന സുരേഷ് ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സർഗവേദിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സുരേഷ് ബാബു മണക്കടവിൻ്റെ കുട്ടൻ ഭാഷകൾ എന്ന കവിതാ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. പുസ്തകം സ്വീകരിക്കുന്ന വായനാ ലോകത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു സമൂഹത്തിലേക്ക് ഒരു കവിതാ പുസ്തകം കടന്നു വരിക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കവിത പുസ്തകം കടന്നു വരുമ്പോൾ, കവിത കടന്നു വരുമ്പോൾ നമുക്കറിയാം കവിതയെക്കുറിച്ചുള്ള ഒരുപാട് മുൻവിധികൾ ആളുകൾക്ക് ഉണ്ട്. അതിനുള്ള കാരണം ഓരോരുത്തർക്കും കവിതയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ, സങ്കല്പനങ്ങൾ, അങ്ങനെ പലത് ചേർന്നതാണ് ഈ മുൻവിധികൾ. ഈ മുൻവിധികൾ തന്നെയാണ് ഒരു കവിയുടെ പ്രതിബന്ധവും. നിങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തുന്ന ഒന്നാവുമോ എൻ്റെ പുസ്തകം എന്നുള്ള ആശങ്ക കവിത പുറത്തേക്ക് കൊണ്ടുവരുന്ന, പ്രകാശിപ്പിക്കുന്ന, കവിതയുമായി വരുന്ന ഏതൊരു കവിയുടെയും ആശങ്ക തന്നെയാണ്. അതിന് കാരണം ഏതെങ്കിലും ഒരാളുടെ നിർവചനത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല കവിത എന്നുള്ളതാണ്. അതേസമയം അതിന് അനേകം നിർവചനങ്ങൾ ഉണ്ട് താനും. ഓരോരുത്തർക്കും ഓരോന്നാണ് കവിത. എങ്കിലും കവിത എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റിയുള്ള നമ്മുടെ മനസ്സിലുള്ള മുൻവിധികൾ, സമൂഹത്തിന്റെ മനസ്സിലുള്ള മുൻവിധികൾക്ക് തീർച്ചയായും പ്രാധാന്യവുമുണ്ട്. അവയിൽ ആ മുൻവിധികൾക്ക് മാനദണ്ഡമോ ഭാവുകത്വമോ പുതിയതോ പഴയതോ ഒക്കെ ആവാം. അതിൻ്റെ ഒരു കണക്കിൽപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു പുസ്തകത്തെ കാണുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ എങ്ങനെയായിരിക്കും കവിതയിലേക്ക് ആദ്യം പ്രവേശിക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യവും കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. ഞാൻ ഓർമ്മിക്കുന്നത് ഇവിടെ ധാരാളം ക്ലാസ്സുകൾ നമ്മൾ സാഹിത്യ പാഠശാല, പ്രഭാരമാഷിന്റെ ക്ലാസ്സുകൾ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം ഒരു കവിതയെ എങ്ങനെയാണ് കാണേണ്ടത്, കവിതയിലേക്ക് എങ്ങനെയാണ് ആളുകൾ കടന്നു വന്നിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള അറിവുകളുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ. എങ്കിലും നമുക്കറിയാം ഒരു കവിതയിലേക്ക് ഒരാൾ കടന്നു വരുന്നത് സൗന്ദര്യശാസ്ത്രം പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാവ്യ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി നമ്മൾ കവിതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് എങ്ങനെയാണോ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റിനോട് താല്പര്യം ഉണ്ടാവുന്നത്, ഒരാൾ എങ്ങനെയാണോ ചിത്രകലയോട് താല്പര്യം ഉണ്ടാവുന്നത്, നൃത്തത്തോട് താല്പര്യം ഉണ്ടാവുന്നത്, സിനിമയോട്, നാടകത്തോട്, പാചകത്തോട്, അങ്ങനെയൊക്കെയുള്ള താല്പര്യം ഉണ്ടാവുന്നത് പോലെ ഒരാൾ കവിതയിലേക്ക് തിരിയുകയാണ്. അതിന് പ്രത്യേകിച്ച് എന്തുകൊണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിന് വാസന, താല്പര്യം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ താല്പര്യമാണ് അയാളെ കവിതയിലേക്ക് നയിക്കുന്നത്. ആ താല്പര്യം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ കവിത മാത്രമല്ല തൻ്റെ കാലത്തെ മറ്റ് കവിതകളിലേക്ക് സഞ്ചരിക്കും, അയാൾക്ക് മുന്നേയുള്ള കവിതകളിലൂടെ സഞ്ചരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാവ്യാനുശീലനം ഒരു കവി നേടിയെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ് കവിത എന്നുള്ള ഒരു നിർവചനം അങ്ങ് പറഞ്ഞേക്കാം എന്നൊന്നുമല്ല. അതിനപ്പുറത്ത് പലതരം കവിതയിലൂടെ കവിതയെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അയാളുടെ ആ അവബോധമാണ് അല്ലെങ്കിൽ അയാളുടെ അനുഭവമാണ് അയാളുടെ കവിത. അങ്ങനെ പറയുമ്പോൾ ഒരാളുടെ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ചിലപ്പോൾ അയാളെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കവിതയുടെ വിദൂരമായ എന്തെങ്കിലും അനുകരണമോ ഒക്കെ ആവാം. അതത്ര വലിയ തെറ്റൊന്നുമല്ല, അക്ഷന്തവ്യമായ അപരാധമൊന്നുമല്ല. ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്കറിയാം നേരെ എഴുന്നേക്കല്ല, ഒരു കസേരയിലോ മേശയിലോ ആരുടെയെങ്കിലും വിരലിലോ ഒക്കെ പിടിച്ചോണ്ടാണ് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുപോലെ ഇതിനെ കാണേണ്ടു. അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരാൾ
അയാളുടെ ആദ്യ കവിതയൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് സ്വന്തമായ അനുഭവങ്ങളെ അയാളുടെ മാത്രമായ രീതിയിൽ എഴുതാനുള്ള പ്രേരണ അയാൾക്കുണ്ടാവും. അല്ലെങ്കിൽ അയാളുടെ ഭാവന അയാളുടെ കവിതയുടെ ഭാഷയെ പിടിച്ചെടുക്കും. ഇനി കവിത വായിക്കുമ്പോൾ നമ്മളിലേക്ക് പകരുന്ന ഒരു അനുഭൂതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കവിതയെ നല്ല കവിത എന്നൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോൾ പറയാം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഇപ്പൊ വില്യം വേർഡ്സ്വർത്ത് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് വിച്ച് റീകലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി, ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളുടെ അനുസ്യൂത പ്രവാഹമാണ് കവിത എന്ന് വേർഡ്സ്വർത്ത് പറയുമെങ്കിൽ ഒക്ടോവിയ പാസ് പറയുന്നത് ഇറ്റ് ഈസ് ജമ്പിങ് ഇൻ ടു ദ അൺനോൺ എന്നാണ്. അജ്ഞതയിലേക്കുള്ളൊരു ചാട്ടം, എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു എടുത്തുചാട്ടമാണ്. അത് ഒക്ടോവിയ പാസിന്റെ അഭിപ്രായമാണ്. നടാഷപ്പോൾ ആളുകൾ പറയുന്നത് പോയട്രി ഈസ് മിസ്റ്ററി എന്നാണ്. അതിനൊരു അനിശ്ചിതത്വമുണ്ട്. ഖലീൽ ജിബ്രാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ കം ത്രൂ യു ബട്ട് നോട്ട് ഫ്രം യു എന്ന്. ഒരാളുടെ ആന്തരിക ജീവിതം അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മുടെ തലമുടി നമ്മുടേതാണ്, പക്ഷെ അതെപ്പോഴാണ് നരക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലാണ് ഒരു അൺസർട്ടനിറ്റി അത് കവിതയ്ക്കുണ്ട്. എന്നുവെച്ചാൽ പേനയും പിടിച്ച് ഇന്നൊരു കവിത എഴുതിക്കളയാം എന്ന് വിചാരിച്ചങ്ങ് നിന്ന് കഴിഞ്ഞാൽ വരുന്ന ഒന്നല്ല കവിത. ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും ഇനി എഴുതാനേ പറ്റില്ല, ഇനി എനിക്ക് കവിതയെ വരില്ല എന്നൊക്കെ വിചാരിച്ച് കൂട്ടിക്കെട്ടി പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവൾ കടന്നു വന്നേക്കാം. ഇതിന് ഹാപ്പനിങ് എന്ന് പറയുന്നൊരു അവസ്ഥയാണത്. നമുക്ക് പറയാൻ പറ്റില്ല അതെപ്പോഴാണ് വരിക എന്ന്. കവിതയ്ക്ക് നമ്മുടെ എന്താ വെച്ചാൽ കവിത എഴുതാനുള്ള അനുഭവങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ടതൊന്നുമില്ല. അത് സ്വാഭാവികമായി അതിൻ്റെ സമയത്ത് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഈ അനിശ്ചിതത്വം ഇത് പ്രകൃതിയിലുള്ള അനിശ്ചിതത്വമാണ്. തീർച്ചയായും അത് കവിതയിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഈ കവിത നല്ല കവിത എമിലി ഡിക്കൻസൺ പറയുന്നത് അവർക്കൊരു നല്ല കവിത എന്ന് അവര് ഒരു കവിതയെ വിചാരിക്കുന്നത് അവർക്ക് തല മുറിച്ച് കളയുന്ന പോലത്തെ ഒരു ഫീല് കിട്ടണത്ര, അങ്ങനത്തെ ഒരു കിക്ക് കിട്ടുന്ന കവിതയാണ് അവര് നല്ല കവിത എന്ന് പറയുന്നത്. അവരെ പറ്റി പറയുമ്പോൾ അവരുടെ ഒരു റേഞ്ച് മനസ്സിലാണെങ്കിൽ എമിലി ഡിക്കൻസന്റെ ഒരു സുഹൃത്ത്, അവരുടെ ആ കുട്ടിയുടെ സുഹൃത്തിന്റെ വിവാഹ ദിവസം അവരുടെ അച്ഛൻ മരിച്ചു. അപ്പൊ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എമിലി പറയുന്നത് സ്വന്തം അച്ഛന്റെ അനശ്വരത വിവാഹ സമ്മാനമായി ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ വധു നീയാണെന്നാണ്. അപ്പൊ ഈ റേഞ്ചാണ് അവരുടെ. അപ്പൊ അവർക്ക് സാധാരണ കവിത മതിയാവുന്നില്ല, അവർക്ക് അങ്ങനെ തല വെട്ടിക്കളയുന്ന പോലുള്ളൊരു അനുഭവം കൊടുക്കണം കവിതയ്ക്ക്, എന്നാലേ അവർക്കത് നല്ല കവിതയാവും. എത്ര വായിച്ചാലും വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഓരോ വായനയിലും പുതിയത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കവിതയായിരിക്കും ചിലപ്പോൾ ഞാൻ നല്ലൊരു കവിത എന്ന് പറയാം. പിന്നെയും പിന്നെയും വായിക്കാൻ തോന്നുക, വായിക്കുമ്പോഴൊക്കെയും വീണ്ടും വീണ്ടും ആദ്യം വായിക്കുന്ന പോലുള്ളൊരു അനുഭവം ഉണ്ടാക്കുക, അല്ലെ പുതുതായി എന്തെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കുക. ഇത് പ്രകൃതിയുടെ ഒരു സ്വഭാവം തന്നെയാണ്. നിത്യനൂതനത്വം എന്ന് പറയും. നമ്മൾ പറയില്ലേ, ഇന്ന് കണ്ട കടലല്ല നാളെ, ഇന്ന് വീശിയ കാറ്റല്ല നാളെ എന്ന് പറയുന്ന പോലുള്ള ഒരു സംഗതിയാണത്. അപ്പൊ അതുപോലെ നല്ല കവിത, മികച്ച കവിത, മഹത്തായ കവിത എന്നിങ്ങനെ നമ്മളുടെ മനസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചട്ടക്കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കവിതയെ നമ്മൾ സ്വീകരിക്കുന്നത്. ഇത് ആസൂത്രിതമായി ചെയ്യാൻ പറ്റുന്നതല്ല. ഇന്നൊരു മികച്ച കവിത എഴുതി കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെ മറ്റാരെങ്കിലും എഴുതിയ മികച്ചൊരു കവിതയുടെ രസക്കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൃഷ്ടിക്കാവുന്ന ഒന്നല്ല. അത് സ്വാഭാവികമായി വരേണ്ടതാണ്. അതിന്റെ ധ്വനി അവസാനിക്കുന്നില്ല, കണ്ടു തീരാത്ത കാഴ്ച പോലെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കുന്നതാണ്. ഇതിനെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പുതുക്കം നമുക്ക് തരാനുള്ള ഒരു സാധനമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള അനിശ്ചിതത്വം ഒക്കെ നമുക്ക് തരുന്നത്. അതൊക്കെ ഇതിനുള്ള സഹായകമാണ്. ഇന്ന പോലായിരിക്കണം, ഇന്ന പോലത്തനാണ് ഒരു നല്ല കവിത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിലും ആ കവിത വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ഇനി ഒരു കാലഘട്ടത്തിൽ തന്നെ, ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കവികൾ തന്നെ പരസ്പരം വ്യത്യസ്തരാണ്. ഇപ്പോൾ കടമ്പനിട്ടയും സച്ചിദാനന്ദനെയും വിനയചന്ദ്രനെയും ഒക്കെ നോക്കാൻ നിങ്ങൾ ഒരേ കാലത്ത് ജീവിച്ചാൽ പോലും അവരൊക്കെ വ്യത്യസ്തമായ കാവ്യലോകവും കാവ്യഭാഷയും ഉള്ളവരാണ്. ഇത്രയേറെ വ്യത്യസ്തതകൾ കവിതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കവി കാളിദാസനിലും കവി സുരേഷ് ബാബു മണക്കടവിലും അതങ്ങനെ
മഹാകാവ്യത്തിലും ഏറ്റവും പുതിയ കവിതയിലും നമുക്ക് ഈ കവിതയുടെ ഇതിന്റെ പ്രതിഫലനം കാണാൻ പറ്റും. എങ്ങനെയാണ് ഒരു കവിത വരുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഒരു കവി എവിടെ നിന്നാണ് കവിതയ്ക്ക് വിഷയം കണ്ടെത്തുക എന്ന കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും. നമ്മൾ കേട്ടിട്ടുണ്ട് എന്തും കവിതയ്ക്ക് വിഷയമാവും, എന്തും സാഹിത്യത്തിന് വിഷയമാവും, എന്തും കലയ്ക്ക് വിഷയമാകും. എവിടെ നിന്ന് ഏതൊരനുഭവവും കവിതയ്ക്ക് ആധാരമാവാം. ഇപ്പം ഹിമാലയത്തിലെ ഹിമം ശിവന്റെ താണ്ഡവ സമയത്തെ അട്ടഹാസം ഘനീഭവിച്ചതാണ് എന്ന് മേഘസന്ദേശത്തില് കാളിദാസൻ പറയും. ഒരാളുടെ ജീവിത നിരീക്ഷണം, പ്രകൃതിയോടുള്ള സമീപനം, ചരാചരങ്ങളോടുള്ള തന്മയീഭാവം, മനുഷ്യരോടുള്ള ഇന്ററാക്ഷൻ, ഒരാളുടെ ഫിലോസഫി, സംസ്കാരത്തെക്കുറിച്ചുള്ള അവബോധം, ശരീരത്തെക്കുറിച്ചുള്ള അവബോധം, സാമൂഹിക ബോധം, ഇതെല്ലാം കവിതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ അധ്യാത്മരാമായണം കിഷ്കിന്ധ കാണ്ഡത്തില് നിശാകരോപദേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതില് ബീജം കുറിക്കുന്നത് മുതൽ പ്രസവം വരെയുള്ള ഒരു കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. എഴുത്തച്ഛന്റെ ശരീരശാസ്ത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ജ്ഞാനമാണ് അവിടെ വെളിപ്പെടുന്നത്. ഹിമാലയത്തിലെ ഹിമം ശിവന്റെ അട്ടഹാസം ഘനീഭവിച്ചതാണ് എന്ന് പറയുന്ന കാളിദാസന്റെ ആ കൽപ്പന, കാളിദാസൻ കണ്ട ഹിമാലയം, ആ ആന്തരിക സത്തയ്ക്ക് അദ്ദേഹം കൊടുത്ത ആവിഷ്കാരമാണ് ആ ഭാവന. അയാളുടെ ദേശാടനം, സഞ്ചാരം, മിത്തുകളെ കുറിച്ചുള്ള അറിവ്, സംസ്കാരത്തെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം കൂടെ ചേർന്ന ഭൂമിശാസ്ത്രപരമായ ജ്ഞാനങ്ങൾ, ഇതൊക്കെ അയാളിലെ കവിയെ അടയാളപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിൽ ഏത് അറിവും, അതായത് പ്രപഞ്ചത്തിലുള്ള ഏത് അറിവും ഒരു കവിയുടെ സമ്പാദ്യമാണ്. ഏതറിവും അയാൾക്ക് ഏതെങ്കിലും സമയത്ത് പ്രയോജനപ്പെടുന്നതാണ്, കവിതയിലേക്ക് കടന്നു വരുന്നതാണ്, എവിടെ നിന്നും കവിത കടന്നു വരാവുന്നതുമാണ്. നമ്മുടെ ഒരു മഹാനായ കവി പി കുഞ്ഞിരാമൻ നായർ വിഷുപക്ഷിയുടെ പാട്ട് എന്ന കവിതയ്ക്ക് ആമുഖമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്: എന്നെ കണ്ട് കവിത പാടാൻ പഠിക്കൂ, കാലവർഷം പറഞ്ഞു. എന്റെ കവിത എഴുത്തു നോക്കൂ, ഇടിമിന്നൽ പറഞ്ഞു. എന്റെ പൂന്തോപ്പിൽ പൂമണം നിറയ്ക്കുക, മാമ്പൂക്കൾ പറഞ്ഞു. ഗദ്യമാണ് എഴുതാൻ ശ്രമിച്ചത്. ഗദ്യം എഴുതിയാലും പദ്യം എഴുതിയാലും കവിത മാത്രമായി വിരിയുന്ന ഒരാളാണ് പി കുഞ്ഞിരാമൻ നായർ. നമുക്കറിയാം, പിയുടെ ജീവിത സായാഹ്നത്തില് തൃശ്ശൂരിലുള്ള ഒരു ആശുപത്രിയില് ഹൃദ്രോഗം ബാധിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പരിചയിച്ച ഒരു നേഴ്സ്, അവരെ കുറിച്ചിട്ട് ഒരു കവിത അദ്ദേഹം അവസാന കാലത്ത് എഴുതിയിട്ടുണ്ട്. വൈകി വന്ന വിരുന്നുകാരി എന്ന് പറയുന്ന കവിത. അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ: കൈപ്പുള്ള ഗുളികകളോടൊപ്പം അലിവിന്റെ മധുരം പകർന്ന ആ നേഴ്സ്, അവളെ പറ്റിയാണ് ആ കവിത. നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട കവിതയായിരിക്കാം. ശോകാന്ത ഹൃദ്രോഗമേറ്റു കിടപ്പു ഞാൻ ഏകാന്ത മൂക സ്മൃതികൾ തൻ മെത്തയിൽ, വാഹനം നീങ്ങവേ വന്ന യാത്രക്കാരി നീ വൈകി വന്നു ഹാ പാതിരാ ചന്ദ്രികേ. തീർന്നില്ല, പിന്നെ അവരോട് കവിക്ക് പറയാനുള്ളത്: തീർന്നു മധുര വിഭവങ്ങളൊക്കെയും ശൂന്യമായി മുന്തിരിപ്പാത്രങ്ങളൊക്കെയും ആരോ കവർന്നിതൊളിവിൽ നിനക്കായി വേറെ കരുതിയ തൂമുല്ലമാലയും. നോക്ക, ജീവിതത്തിന്റെ സായങ്കാലത്ത് തന്നെ ശുശ്രൂഷിക്കാൻ വന്ന ഒരു നേഴ്സ് പെണ്ണിനോട് തോന്നിയ സ്നേഹമാണ് ഈ കവിതയുടെ ആധാരം. എവിടെ നിന്നാണ്, എന്തെല്ലാം നോവുകളിൽ നിന്നാണ്, എന്തെല്ലാം അനുഭവങ്ങളിൽ നിന്നാണ് മഹത്തായ കവിതകൾ ഉണ്ടായി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കവിയുടെ അനുഭവങ്ങൾ, പരിസരം, ദേശം, എന്നിങ്ങനെയൊക്കെ സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ കവിതകളിലേക്ക് കടന്നു വന്നിട്ടുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ നിങ്ങൾ കവി കുരിപ്പുഴയുടെ ഇഷ്ടമുടിക്കായൽ എന്ന് പറയുന്ന കവിത ഒരുപാട് പേരുടെ ഇഷ്ട കവിതയായിരിക്കും അതെന്ന് വിചാരിക്കുന്നു. മുടിയെട്ടും കൊത്തു കെട്ടി വിരൽ നൂറാൽ കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള് കരിങ്കക്കാമുകിൽ കൂട്ടം അമരത്തും അണിയത്തും തടം തിങ്ങി മെല്ലയങ്ങ്
എന്നും കൂടെയാണ്. ഇപ്പൊ വൈലോപ്പള്ളിയുടെ പ്രശസ്തമായ ഊഞ്ഞാലൻ എന്ന കവിതയിൽ ദാമ്പത്യം ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും ഈ തിരുവാതിര രാവ് താമ്പൂലപ്രിയയല്ലോ. ധാരാളം കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ എന്റെയോ നിങ്ങളുടെയോ അനുഭവത്തിലെ ദാമ്പത്യം ഇങ്ങനെയാണോ? വെറ്റിലയൊക്കെ 100 തേച്ച് തിരുവാതിര രാവിലിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്താൻ നമുക്ക് പണിയുണ്ട്. അതുകൊണ്ട് പുതിയ കാലത്ത് ഒരു കവി അങ്ങനെ എഴുതുന്നു നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഏറെ നേരത്തിന് മുമ്പ് നാം പങ്കിട്ട റോഡരികിലെ ചായതൻ മാധുര്യം ഊറിയെത്തുന്നു നിൻ ചുണ്ടിൽ. കേട്ടിട്ടുണ്ടോ ഈ കവിത? ഇയാളുടേതാണ്, സുരേഷ് ബാബു മണക്കടവിന്റെ കവിതയാണ്. പുതിയ കാലത്ത് അങ്ങനെയൊക്കെ എഴുതാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് വെറ്റിലയിലും താമ്പൂലോ നൂറൊന്നും തേച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവനവന്റെ ജീവിത പരിസരങ്ങൾ ഒരിക്കലൊരു തീരത്ത് എന്ന് പറയുന്ന കവിതയിലെ വരിയാണ്. അതുപോലെ തന്നെ ദാമ്പത്യമോ പ്രണയമോ ഓരോ കാലത്തും അതിൻ്റെയൊക്കെ രീതികൾ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ഇപ്പം ചുള്ളിക്കാടിന്റെ കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻവിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും ധാരാളം പാടി നിന്നിട്ടുണ്ട്. ഇപ്പോഴും പാടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ മാത്രമാണോ? ഇപ്പോഴും എന്താണ് വിരൽ തൊടുമ്പോഴത്തേക്കും കിനാവ് ചുരക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കുക. അവരങ്ങനെയൊക്കെയാണോ അതിനെ പറയാം? അത് മാത്രമല്ല പ്രണയം എന്ന് നമുക്കറിയാം. അതിന്റെ ചവപ്പും കയ്പും പുളിപ്പും നോവും ലഹരിയും ഭ്രാന്തും ഇല്ലാതാവലും എല്ലാം ഉണ്ട് അതിന്. അപ്പൊ അത്തരത്തിൽ എത്ര ഒഴിഞ്ഞു പോയാലും വിടാതെ പിന്തുടരുന്നൊരു മാരക ലഹരി. പ്രണയത്തിൽ മുങ്ങിയ ഒരാൾ ഹൃദയത്തിന്റെ ഷാപ്പിൽ കടന്നിരുന്ന് ആ ലഹരി ആസ്വദിക്കുന്നതായി ഷീജാവക്കം അന്തിക്കള്ളും പ്രണയ ഷാപ്പ് എന്ന് പറയുന്നൊരു കവിതയിൽ പറയുന്നുണ്ട്. അതിൽ കള്ളിന്റെ അല്ലെങ്കിൽ പ്രണയത്തിന്റെ മധുരം മാത്രമല്ല, തുളിച്ചു തേട്ടലുണ്ട്. ഓലവാരി വലിച്ചടുത്തയലത്തു നിൽക്കുന്നു പ്രേമലായനി നീട്ടിയൻ ഇടനെഞ്ചിലെ ഷാപ്പ്. പ്രാണദാഹമകറ്റുവാനീ പ്രേമപാനീയം ഞാനതിൻ കുളിനീരിൽ വീണു കുതിർന്നിടും കീടം. നീ കുടിച്ച് മരിക്കുകെന്ന് പിടിച്ചടുപ്പിക്കും കാലി ഗ്ലാസ് നിറച്ചു നീട്ടും നെഞ്ചിലെ ഷാപ്പ്. പരിചയമുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലഹരി പോലെ പ്രണയത്തെ അനുഭവിക്കുന്ന അവസ്ഥ അറിയാം. അപ്പൊ അത് നമുക്ക് പരിചയമുള്ള സീമയാവുന്നു. അത്തരത്തിലുള്ള എഴുത്തുകൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരും. പി ഭാസ്കരന്റെ ഒരു അനുഭവം വായിച്ചിട്ടുണ്ട്. അതായത് ഒരു കഥാശില്പശാലയ്ക്ക് അദ്ദേഹം പോകുന്നു. അവിടെ പോയിട്ട് ഇതുപോലെ ആളുകൾ കുറെ പേര് ഇരിപ്പുണ്ട്, 10-50 പേരൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് പി ചോദിക്കുകയാണ്, നിങ്ങൾ വായിക്കാറുണ്ടോ? എൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടോ? ഉമ്മാച്ചൊക്കെ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരാളോ മറ്റോ വായിച്ച പോലെ എന്തോ ഒരനക്കം. സിനിമ കണ്ടിട്ടുണ്ടോ? ഉമ്മാച്ചോ സിനിമയെങ്കിലും കണ്ടിട്ട് 1-2 പേരൊന്നും അനങ്ങി. പിന്നീട് അദ്ദേഹം ആ പടത്തിലെ ഒരു പാട്ടിന് കൽപ്പകത്തോ പന്യനൊരുവന് പതിച്ചു നൽകി നിന്റെ കൽവിലാറടി മണ്ണിലെന്റെ ഖബറടക്കി. ഇത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നത്തെ ഹിറ്റ് പാട്ടാണ്. അപ്പൊ കൂടെ ഇരുന്ന ആളുകളൊക്കെയും മരിച്ചെന്നു നിലച്ചു നീ മണ്ണു കോരി എറിഞ്ഞിട്ടും സ്മരണം പൊൻകിളിയിന്നും പിടയ്ക്കുന്നില്ലേ നെഞ്ചിൽ പിടയ്ക്കുന്നില്ലേ എന്ന് ഏറ്റുപാടും. അപ്പോ ഉറവ് പറഞ്ഞത്ര ഇത് കണ്ടോ, ഇങ്ങനെ പറയാൻ അറിയാത്തോണ്ടാണ് ഞാൻ ഈ കണ്ട പേജ് മുഴുവൻ ആ നോവൽ എഴുതിയത്. ഇതാണ് കവിതയുടെ ഒരു ശക്തി. അതിനെ കുറച്ച് കാണിക്കാൻ പറയുന്നതല്ല, പക്ഷെ ചെറിയ വാക്കുകളിൽ വലിയ പ്രപഞ്ചങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള ശേഷി കവിതയ്ക്കുണ്ട്. നമ്മൾ ഏറ്റവും സ്വാഭാവികമായിട്ട് നമ്മളോട് ഏറ്റവും അടുത്ത ഒരാളോട് സംസാരിക്കുന്നത് പോലെ ഏറ്റവും ലളിതമായി സംസാരിക്കുമ്പോൾ അത് സത്യസന്ധമായ ഏറ്റവും സുതാര്യമായ ഒരു സാഹിത്യ സൃഷ്ടിയായി മാറുന്നു എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ഒക്കെ സെയിം അനുഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി പുതിയ കാലത്തേക്ക് വരുമ്പോൾ സുരേഷ് ബാബുവിന്റെ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ പുസ്തകത്തിലെ കവിതകളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് പരിചയപ്പെടുത്താൻ ഷൈജു മാഷൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഇന്നത്തെ ഒരു ലോകം ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരിറക്കിന് റാക്കുതാ മക്കളെ, ഒരു ചവക്ക് പുകലതാ മക്കളെ എന്ന് പറഞ്ഞൊരു പിതൃക്കളുടെ പാട്ട് നമ്മളെ കുറെ കാലത്തിലേക്ക്, കുറെ അനുഭവങ്ങളിലേക്ക്, ഓർമ്മകളിലേക്ക്, കുറെ വ്യക്തികളുടെ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ ആ കവിതയ്ക്ക് കഴിയുന്നുണ്ട്. അതുപോലെ നേരത്തെ ജോർജ് മാഷ് പറഞ്ഞ പോലെ
എന്നൊരു സങ്കല്പം, നമുക്കറിയാം പുതിയ കാലത്ത് മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആ കുടുംബ ബന്ധങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തില് വാടകക്കുരുന്ന് എന്ന് പറയുന്ന ആ കവിത നമ്മളെ ഒരു ആദ്യ വായനയിൽ തന്നെ നമ്മളെ അത് കൊണ്ടുപോകും, നമ്മളെ വല്ലാണ്ട് ഉലക്കുന്ന കവിതയാണ്. ഇങ്ങനെ കൂട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കവിത അതില് മകൾ ചിന്തുകൾ എന്ന് പറയുന്നൊരു കവിതയാണ്. അത് വായിച്ചിട്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. മകൾ ചിന്തുകൾ സുരേഷിന്റെ കവിതയാണ്. അച്ഛന്റെ കയ്യിലും ഹാർട്ടുണ്ടോ? കയ്യിൽ തല ചേർത്തു വെച്ച് ഉറങ്ങാൻ കിടക്കുന്ന കുഞ്ഞു മകളുടെ ചോദ്യം. അച്ഛന്റെ കയ്യിലെ ഹൃദയം ടിക് 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 എന്നിടിക്കുന്നു. അവളുടെ താളത്തിലുള്ള കൊഞ്ചൽ. അച്ഛന്റെ വയറ്റിലൂടെ ഭക്ഷണവും വെള്ളവും ഒഴുകുന്ന ശബ്ദം ബ്ലുക് 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 ബ്ലുക്, ഒരു തോട് പോലെ. വയറിൽ തല ചേർത്ത് അവൾ കളിയാക്കി. കവിളിൽ നക്കി നോക്കിയിട്ട് അവൾ പറഞ്ഞു, ഈ അച്ഛനൊരു ഉപ്പ് വരടി തന്നെ, കഞ്ഞി കുടിക്കുമ്പോ ഇനി വേറെ ഉപ്പ് വേണ്ട. കിടപ്പുമുറിയുടെ മുകളിലൂടെ ഓടിക്കളിക്കുന്ന 2 എലികളെ അവൾ പേടിപ്പിച്ചു. മ്യാവൂ മ്യാവൂ. ഭയന്നായിരിക്കണം അവ ഓടി. മെല്ലെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന തക്കം നോക്കി. ഞാൻ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ പോയിരുന്ന് ഒരു കവിത പൂർത്തിയാക്കി. തിരിച്ചു വന്നപ്പോൾ അവിടെ പൂച്ചയെ ഭയക്കാതെ കളിക്കുന്നു 2 എലികൾ. കട്ടിലിൽ ഒരു നിലാക്കീർ, അതിൽ മിടിക്കുന്നു എൻ്റെ ഹൃദയം. മനോഹരമായ ഒരു കവിത, മികച്ച ഒരനുഭൂതി എനിക്ക് കിട്ടിയ ഒരു കവിത. ഏതായാലും ഉടൽ ഭാഷകൾ എന്ന് പറയുന്ന ഈ കവിതാ പുസ്തകം മലയാളത്തിന്റെ വായനാ ലോകം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരേഷ് ബാബു മണക്കടവ് എന്ന കവിയുടെ പേര് കൂടുതൽ വെളിച്ചപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. സർവവേദിയുടെ പ്രസിഡന്റ് ശ്രീ പ്രദീപ് സാർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി സുരേഷിന്റെ കവിതകൾ പ്രകാശനം ചെയ്ത മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി സിന്ധു ടീച്ചർ, ജോർജ് സർ, സർഗവേദിയുടെ സാരഥിയായ പ്രസാദ് സർ, സർഗവേദിയുടെ വിവിധ പ്രവർത്തകരെ, പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് കുറേ പേപ്പറൊക്കെ ഉണ്ട്. ഇത് സാഹിത്യ പ്രഭാഷണം നടത്താനുള്ള പേപ്പറുകളൊന്നുമല്ല, ഇതെല്ലാം സുരേഷിന്റെ കവിതകളാണ്. പുസ്തകപരിചയം നടത്തുമ്പോൾ പുസ്തകപരിചയം നടത്താനുള്ള പുസ്തകമുണ്ടോ ഇല്ലയോ നോക്കലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയ കവിതകളുടെ കോപ്പി ഞാൻ കൊടുക്കുന്നു. ഒരു പുസ്തകപരിചയം നടത്തുമ്പോൾ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ച ഒരു പുതിയ എഴുത്തുകാരി സിന്ധു ടീച്ചറാണ്. അപ്പോൾ സിന്ധു ടീച്ചർ ഒരു കവിയാണ്, എഴുത്തുകാരിയാണ്, മലയാള ഭാഷ വിദഗ്ധയാണ്. അതുകൊണ്ട് സിന്ധു ടീച്ചറിന്റെ പോലെയുള്ള ഒരാളുടെ മുമ്പിൽ മലയാളത്തിൽ സാഹിത്യ പ്രഭാഷണം നടത്താൻ മാത്രം ധൈര്യമില്ല. പക്ഷേ സുരേഷ് ബാബുവിൻ്റെ പുസ്തകം പരിചയപ്പെടുത്താൻ അനുയോജ്യനായ ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം സാഹിത്യത്തെക്കുറിച്ച് ആധികാരികമായി പറയാനും മാത്രമുള്ള അറിവുള്ളതൊന്നല്ല. പക്ഷേ സുരേഷിനെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഞാനും സുരേഷും ഒരുമിച്ച് പഠിച്ചതാണ്. സ്കൂൾ കാലം മുതൽ 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ 2 മണിക്ക് പിരിഞ്ഞെങ്കിലും സുരേഷ് എങ്ങനെ ഒരു കവിയായെന്ന് ഓരോ ഘട്ടത്തിലും കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ആ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സുരേഷിന്റെ കവിതകളെ ചില കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ സാഹിത്യപരമായ ഒരു പ്രഭാഷണ നിലയ്ക്കല്ലാതെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുരേഷിന്റെ കവിതകളെ പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആലപ്പുഴക്കാരാണല്ലോ, മണക്കടവ്, ആലപ്പുഴ. ഇപ്പോൾ ഞാനൊക്കെ പുറത്ത് പഠിച്ച സമയത്തൊക്കെ മണക്കടവാണ് എൻ്റെ സ്ഥലമെങ്കിലും ഞാൻ എൻ്റെ അഡ്രസ്സ് വയ്ക്കുമ്പോൾ ആലപ്പുഴ എന്നാണ് പറയും. ആലപ്പുഴയാണ് നമ്മുടെയൊക്കെ അഡ്രസ്സ്. പക്ഷേ പിന്നെ പഠിക്കാൻ വേണ്ടി വേറെ സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആലപ്പുഴ കണ്ണൂരിൻ്റെ ഭാഗമാണെങ്കിലും നമുക്കറിയാവുന്ന കണ്ണൂരും ആലപ്പുഴ കണ്ണൂർ രണ്ടാണ്. ഞാൻ ശരിക്കും കണ്ണൂർ ഭാഷ കേൾക്കുന്നത് സ്കൂളിൽ പഠിച്ചപ്പോഴല്ല, കോളേജിൽ ആദ്യം പഠിച്ചപ്പോഴല്ല. പാലാ സെൻറ് തോമസ് കോളേജ് ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ ഹോസ്റ്റലിൽ ഒരു ബോട്ടണി
വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ഒരു അനീഷ് കണ്ണൂരുകാരനാണ്. അനീഷ് പറഞ്ഞ മലയാളം എനിക്ക് മനസ്സിലായില്ല. ഞാനും കണ്ണൂരാണ്, അനീഷും കണ്ണൂരാണ്. അപ്പോൾ ഞാൻ കണ്ണൂരുകാരനാണെങ്കിൽ കണ്ണൂർ ഭാഷ എനിക്ക് രണ്ട് കണ്ണൂരുണ്ട്. നമുക്കറിയാവുന്ന കണ്ണൂരല്ല ശരിക്കുള്ള കണ്ണൂർ. ഞാൻ പറയാൻ കാരണം സുരേഷ് ബാബുവിൻ്റെ പോലെ ഒരു പുതിയ കവിയുടെ കവിത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക ഭൂമിശാസ്ത്രം അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിന് കൾച്ചറൽ ജിയോഗ്രഫി, മാനവിക ഭൂമിശാസ്ത്രം എന്നൊക്കെ പറയും, ഹ്യൂമൻ ജിയോഗ്രഫി എന്ന് പറയും. പക്ഷേ വെറും സാധാരണയായിട്ട് പറഞ്ഞത് നമ്മുടെ ഈ മണ്ണും മനുഷ്യൻ തമ്മിലുള്ള ബന്ധമൊക്കെ പറയാറില്ലേ, അതുപോലെ നാടും മനുഷ്യൻ തമ്മിലുള്ള ബന്ധമാണ് ഈ മാനവിക ഭൂമിശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. ഒരു ചെറിയ ഒരു കഥ വരെ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഒരുപാട് കഥയൊന്നും പറയില്ല, പെട്ടെന്ന് നിർത്താം. ഒരു 4-5 വർഷം മുമ്പ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു അക്കാഡമിക് പ്രോഗ്രാമുണ്ട്, പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയും. ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മുടെ പയ്യന്നൂർ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇപ്പോഴത്തെ HOD ഒരു മലയാളത്തിലെ അറിയപ്പെടുന്ന കവിയാണ് AC ശ്രീഹരി. അപ്പോൾ ഞങ്ങളുടെ ഗ്യാപ്പിൽ ഇന്റർവെല്ലിൻ്റെ സമയത്ത് ശ്രീഹരി മാഷ് ഞങ്ങളുടെ ഗ്രൂപ്പിന് മുമ്പിലേക്ക് വന്നു. എന്നിട്ട് ഒരു ചെറിയ ഒരു പുസ്തകം എടുത്തു. അതിൻ്റെ പേര് ഗുൽമോഹർ എന്നായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇത് നമ്മുടെ ആലക്കോട് എന്നൊരു പുസ്തകമാണ്. ആലക്കോട് നമുക്ക് ഇങ്ങനത്തെ പുസ്തകമൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് വായിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആലക്കോടുകാരനെ എനിക്കത് കൊണ്ടു. അപ്പം ഞാൻ ആ ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ ശ്രീഹരി മാഷ് അടുത്ത് പറഞ്ഞു, മാഷ് നമ്മുടെ ആലക്കോടുകാരൻ അത്രയ്ക്കും കൊച്ചാക്കി ശരിയായില്ല എന്ന് പറഞ്ഞു. ശ്രീഹരി പറഞ്ഞു, ഷൈജു മാഷ് അതൊക്കെ ശരിയാണ്, പക്ഷെ ആലക്കോടുന്ന് ഏതെങ്കിലും എഴുത്തുകാരുണ്ടോ? ഞാൻ തപ്പി നോക്കി, ആരെയും എൻ്റെ മനസ്സിൽ വന്നില്ല. അപ്പോൾ ശ്രീഹരി മാഷ് പറഞ്ഞതൊരു വസ്തുതയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, തലശ്ശേരി, കാഞ്ഞങ്ങാട് ഇതൊക്കെയാണല്ലോ നമ്മുടെ ഉത്തര മലബാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രേഖ. ആ സംസ്കാരമല്ല നമ്മുടെ ഈ നാട്ടുപുറത്തുള്ള സംസ്കാരം. അപ്പോൾ ശരിക്കും ജിയോഗ്രാഫിക്കലി പറഞ്ഞാൽ നമ്മളതിന് ദൂരത്തൊന്നുമല്ല. ഈ ടൗണിൽ നിന്നൊക്കെ ഒരു 30 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ നമ്മുടെ ഈ സ്ഥലങ്ങളുണ്ട്. ഇരിട്ടി, ചെമ്പന്തൊട്ടി, ചെമ്പേരി, ആലക്കോട്, ചെറുപുഴ, തേർത്തല്ലി, അങ്ങനെ പോകും. പക്ഷേ ഈ രണ്ട് പാരലൽ ലൈൻസാണ്, കൂട്ടുമുട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ആലക്കോട്, അതായത് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമൊക്കെ നടക്കുന്ന സമയത്ത്, സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധമൊക്കെ അങ്ങനെ രൂപപ്പെട്ടു വന്നതാണല്ലോ. ആ സമയത്ത് ആലക്കോട് ശരിക്കും കാട് പിടിച്ച സ്ഥലമാണ്. അപ്പോൾ 1950s ഏകദേശം എൻ്റെ ഒക്കെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും പേരൻസൊക്കെ കോട്ടയം ഭാഗത്ത് കുടിയേറിയ സമയം 1950s, 1950 ആ സമയത്താണ് ശരിക്കും നമ്മുടെ ഈ നാട് രൂപപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ കോട്ടയം നിന്നൊക്കെ വന്ന ആൾക്കാർ ഈ സാധാരണ പറയാറില്ല, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് നിന്ന് സാഹിത്യ സൃഷ്ടികളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, നല്ല എഴുത്തുകാരൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം വിദ്യാഭ്യാസപരമായി ആ ഒരു ജനത, ആ ഒരു പ്രദേശം പുറകിലായതുകൊണ്ടാണ്. സാധാരണ നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ പ്രശ്നം അതായിരുന്നില്ല. കാരണം വിദ്യാഭ്യാസപരമായി എത്ര പുറകിലായിരുന്നില്ല. കാരണം ആ സമയത്ത് കോട്ടയം ഭാഗത്ത്, മധ്യ തിരുവനന്തപുരം കുടിയേറിയ ആൾക്കാരെല്ലാവരും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയവരായിരുന്നു, പലരും മെട്രിക്കുലേഷൻ പാസ്സായവരായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സർക്കാർ ജോലി കിട്ടാൻ മെട്രിക്കുലേഷൻ മതിയായിരുന്നു. എന്നിട്ട് പോലും അവർ ആ ജോലിക്ക് പോകാതെ കുടിയേറിയവരാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ പേരൻസ്. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതായിരുന്നില്ല പ്രശ്നം. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലമൊക്കെ വാങ്ങി കാട് കെട്ടിത്തിരിച്ച് കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ചെയ്ത വേറൊരു കാര്യം സ്കൂളുകൾ സ്ഥാപിക്കലായിരുന്നു. പള്ളിയും അമ്പലങ്ങളും സ്കൂളുകളും. അപ്പോൾ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം കുറവല്ല. പക്ഷേ എന്താ പറയുക, വിദ്യാഭ്യാസം എന്നുള്ളത് എഴുത്തും വായനയാണ്. അത് എഴുതാനും വായിക്കാനും കൂടിയുള്ളതാണെന്നുള്ള കാര്യം നമ്മളവരങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം ഉപയോഗിച്ചത് ജോലി നേടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സാംസ്കാരികപരമായ, സാഹിത്യപരമായി കൊടുക്കൽ വാങ്ങലുകൾ കാര്യമായിട്ട് നടന്നിട്ടില്ല. നമ്മുടെ നാട് ഈ ഉത്തര മലബാറിൻ്റെ ഈ പ്രധാന ഏരിയയിൽ. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് സുരേഷ് ബാബുവിനെ പോലെയുള്ള പുതിയ എഴുത്തുകാരുടെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇതിന് വേണ്ട മാർഗദർശനം നൽകുന്ന ഒരു സംഘടനയാണ് സർഗവേദി. ഇങ്ങനെയുള്ള സംഘടന അധികം ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് കൂടെ ആവാം നല്ല എഴുത്തുകാർ ഇതുവരെ ഉണ്ടാവാതിരുന്നത്. എനിവേ, ഇതൊരു നല്ല തുടക്കമാവട്ടെ. സുരേഷ് ബാബുവിൻ്റെ കവിത പ്രകാശനം ചെയ്യാൻ വേണ്ടി സിന്ധു ടീച്ചർ വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. സിന്ധു ടീച്ചറിൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠനാത്മകമായി വായിച്ചിട്ടില്ല.
വായിച്ചിട്ടില്ല, പക്ഷേ കാഷ്വലി വായിച്ചിട്ടുണ്ട്. സിന്ധു ടീച്ചറിൻ്റെ കവിതകളൊക്കെ ഞാൻ എപ്പോഴും മറിച്ച് നോക്കിയപ്പോൾ ഏതോ ഒരു വെബ് പേജിൽ ഞാൻ കണ്ട ഒരു നിരീക്ഷണം ഓർക്കുന്നുണ്ട്. അതായത് സിന്ധു ടീച്ചറിൻ്റെ കവിതകൾ വീട് പണിയുന്ന പോലെയാണെന്ന് പറയുന്നത്. അതായത് സ്വപ്നങ്ങളിൽ വീട് പണിയുന്ന പോലെയാണ് സിന്ധു ടീച്ചർ കവിതകൾ എഴുതുന്നത്. അപ്പോൾ ആത്യന്തികമായി വളരെ വൈയക്തികമായിരിക്കുമ്പോഴും ആത്യന്തികമായി സാമൂഹികമായ കവിതകളാണ് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ ജനലും വാതിലും ഉള്ളതുപോലെ കാറ്റും വെളിച്ചവും അകത്തേക്കും പുറത്തേക്കും കിടക്കുന്ന കവിതകളാണ് സിന്ധു ടീച്ചറിൻ്റെ കവിതകളെന്ന് നിരീക്ഷിച്ച ആരാണെന്ന് ഓർമ്മയില്ല. സന്തോഷ് മാനിശ്ശേരിയാണോ? അതെ അതെ, ഓക്കെ. മാനിശ്ശേരി മാഷാണ് ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. സുരേഷ് ബാബുവിൻ്റെ കവിതകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്, കവിതകളൊക്കെ വളരെ വളരെ പേഴ്സണലാണ്, വളരെ വൈയക്തികമാണ്. സുരേഷ് ബാബു കണ്ട കാര്യങ്ങളും അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനൊരു സാമൂഹിക തലം ആ കവിതകൾക്കുണ്ട്. അപ്പോൾ ഒരു കവിയാവുന്നത് കവി എഴുതുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെയും കൂടെ കാര്യങ്ങളാണ് നമുക്ക് തോന്നുമ്പോഴാണല്ലോ. അപ്പോഴാണ് നമ്മൾ വേറൊരാളെന്ന് വായിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സുരേഷ് ബാബുവിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത ഈ രണ്ട് തലങ്ങളാണ്. വളരെ പേഴ്സണലാണ്, അതേസമയം നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു സാമൂഹിക തലം ആ കവിതകൾക്കുണ്ട്. സിന്ധു ടീച്ചർ പറഞ്ഞല്ലേ, കവിതകളെ നമുക്ക് ചില മുൻധാരണകളുണ്ടാകും. ആ മുൻധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ കവിതകൾ വായിക്കുക. ഓരോ എഴുത്തുകാരൻ ശ്രമിക്കുന്നത് ഈ മുൻധാരണകളെ മാറ്റിമറിക്കാനും കൂടെയാണ്. പണ്ടൊക്കെ വെച്ചാൽ പുതിയ സാഹിത്യം വരുന്നതിന് മുമ്പേ, ആധുനിക സാഹിത്യം വരുന്നതിന് മുമ്പേ, നല്ല സാഹിത്യത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ആളാണെങ്കിലും അയാൾ എഴുതുന്നത് ബാക്കി എല്ലാ ലോകത്തിൻ്റെ ഏത് കൊള്ള ആൾക്കാർക്കും മനസ്സിലാവും. ഒരു 500 വർഷം മുമ്പ് ലണ്ടനിൽ ജീവിച്ച് അവിടെ മരിച്ച് എഴുതിയ ഷേക്സ്പിയറിൻ്റെ ആ ഡ്രാമാസൊക്കെ നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത് വായിക്കുന്നത് ഈ ഒരു ക്വാളിറ്റി കാരണമാണ്. കാരണം ഷേക്സ്പിയർ ഇംഗ്ലണ്ടുകാരനായിരുന്നു, ഇംഗ്ലീഷുകാരനായിരുന്നു. പക്ഷെ നമുക്കിവിടെ വായിക്കുമ്പോൾ ഷേക്സ്പിയർ എഴുതിയ കാര്യം നമുക്കത് അർത്ഥവത്താണെന്ന് തോന്നും. ഈ ഒരു സെൻസ് പക്ഷേ പതിയെ മാറി. അപ്പോൾ നമ്മുടെ വിമർശകനായ വി രാജകൃഷ്ണൻ അദ്ദേഹം പറയുന്നത് ആധുനിക സാഹിത്യം എന്ന് പറഞ്ഞാൽ ഈ എഴുതുന്നയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹത്തിന് അവരുടെ കാര്യങ്ങളായിട്ട് മാറി എന്ന് തോന്നുമ്പോഴാണ് അങ്ങനത്തെ സാഹിത്യമാണ് ആധുനിക സാഹിത്യം എന്നാണ് രാജകൃഷ്ണൻ മാഷ് പറയുന്നത്. അപ്പോൾ സുരേഷ് ബാബുവിൻ്റെ കവിതകൾക്ക് ഇങ്ങനെ ഒരു തലമുണ്ട്. കവിതകൾ ഞാൻ സമയമെടുത്ത് വായിച്ചു. നേരത്തെ കണ്ട കവിതകളാണ് കൂടുതലും. ഇവിടെ ജോർജ് സാർ പറഞ്ഞ പോലെ മക്തബിലും പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ കവിതകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സുരേഷ് ബാബുവും ഞാനും ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് കവിതയൊക്കെ എഴുതി തുടങ്ങിയത്. ആ സമയത്ത് മണക്കട സ്കൂളിൽ ഒരു സാഹിത്യ സമാജം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചകഴിഞ്ഞ് 2 മണിക്കൂർ ടീച്ചർമാർ ഞങ്ങൾ കുട്ടികൾക്ക് സ്റ്റേജ് വിട്ടത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് ഞാനും സുരേഷും രതീഷ് ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ചെറിയ നാടകം, സ്കിറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ലീഡർ സുരേഷ് ബാബുവായിരുന്നു. ആ ഒരു സമയം മുതൽ സുരേഷ് എഴുതുന്നത് എനിക്കറിയാം, എങ്ങനെ എഴുതുന്നത് എനിക്കറിയാം. അപ്പോൾ എഴുതി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയ സമയത്ത് അപ്പോഴേക്കും നമ്മൾ മാറിയല്ലോ. അപ്പോൾ നമ്മൾ സാഹിത്യത്തിലേക്ക് വന്നു, പഠിപ്പിക്കാൻ തുടങ്ങി. എഴുതാറില്ല, പക്ഷേ വായിക്കാറുണ്ട്. അപ്പോൾ സുരേഷിനെ പോലെ സുഹൃത്ത് കവിത എഴുതുമ്പോൾ നമ്മുടെ അഭിപ്രായം ചോദിച്ചാൽ ശരിക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്, നല്ല കവിത അല്ലെങ്കിൽ. പക്ഷെ സുഹൃത്തായത് നമുക്ക് അങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷേ ഒരു കവിതയെ പറ്റി വായിക്കുന്നയാൾ, ക്ലാസ്സിൽ കവിത പഠിപ്പിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഒരു നല്ല കവിത അല്ലെങ്കിൽ നല്ല കവിതയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കുറേ നാൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ വായിക്കുന്ന കവിതകളും കാണുന്ന കവിതകളൊക്കെ ശരിക്കും നല്ല കവിതകളാണ് എന്ന് തോന്നിയൊരു സമയമാണ്. ഒരു 5-6 വർഷം മുമ്പ് പോലെയാണ് ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഒരു പുസ്തകം മാറണം എന്ന് ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയത്. അതിനുവേണ്ടി എല്ലാ സഹായവും കൊടുത്ത സർഗവേദിക്ക് ഞാൻ നമ്മുടെ എല്ലാവരുടെയും പേരും നന്ദി പറയുകയാണ്. ഇപ്പോൾ സുരേഷിൻ്റെ കവിതകൾ വായിച്ചപ്പോൾ പൊതുവായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ സിന്ധു ടീച്ചർ പറഞ്ഞവരൊക്കെയാണ് ഏകദേശം. അപ്പോൾ നമ്മൾ കവിതയെ സമീപിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ കവിതയ്ക്ക് നിർവചനമൊന്നുമില്ല, ഇല്ലെന്നല്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷേ നമുക്കെല്ലാം മനസ്സിലാവും കവിത വായിക്കുമ്പോൾ അത് കവിതയാണ്. ഞാൻ പറയുന്നതും ഭാഷയാണ്, നിങ്ങൾ കേൾക്കുന്നതും ഭാഷയാണ്, എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ്. പക്ഷേ കവിതയിലെത്തുമ്പോൾ ഭാഷ മാറും. അത് മലയാളം തന്നെയാണ്, പക്ഷെ അത് വേറൊരു ഭാഷയാണ്. അതാണ് കവിതയുടെ മാജിക്. അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ അത് കവിക്ക് അറിയും, വായനക്കാർക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ കവിതയ്ക്ക് പൊതുവായുള്ള ചില ഗുണങ്ങളുണ്ട്. അതിൽ പല ഗുണങ്ങളിൽ 2-3 ഗുണങ്ങൾ അത് സുരേഷ് ബാബുവിൻ്റെ കവിതകൾ വളരെ പ്രകടമായിട്ട് കാണാം. ഒന്ന്, കവിതകൾ കൊണ്ടൊരു പൊതു സ്വഭാവം
ഇംഗ്ലീഷിൽ നമ്മൾ അതിന് അംബിഗ്വിറ്റി എന്ന് പറയും. സന്നിഗ്ധതയാണ്. ഓക്കെ, സന്ദേഹം. നമ്മുടെ കാര്യം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണോ ഇതാണോ എന്ന് തോന്നുന്ന ഒരു ഡൗട്ട്. ഈ ഒരു സന്ദേഹം അത് കവിതയുടെ ഒരു ഗുണമാണ്. ഈ ഒരു സന്ദേഹം സുരേഷ് ബാബുവിന് മിക്ക കവിതകളിലുണ്ട്. അത് വായിച്ചു വരുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിച്ചതാണോ, അതിനപ്പുറം വേറൊരു അർത്ഥതലമില്ലേ എന്ന് തോന്നുന്ന വായനക്കാരന് തോന്നുന്നൊരു സന്ദേഹം. അങ്ങനെയുള്ള സന്ദേഹങ്ങൾ ആണ് കുറേ കവിതകളെ, സുരേഷിൻ്റെ കുറേ കവിതകളാക്കുന്നത്. ഓക്കെ, പുസ്തകപരിചയമായതുകൊണ്ട് ഞാൻ ചില കവിതകൾ സൂചിപ്പിക്കുകയാണ്. ഉടൽ ഭാഷ എന്നാണ് കവിത പുസ്തകത്തിൻ്റെ പേര്. ആ ഉടൽ ഭാഷ എന്ന് പറഞ്ഞൊരു കവിത ഇതിനകത്തുണ്ട്. ആ കവിതയിൽ പിന്നെ കണ്ണ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതിൽ വിശകലനങ്ങൾ എന്നൊരു കവിതയുണ്ട്. ഇങ്ങനെ കവിതകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഒരു സന്ദേഹമാണ്. അപ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലായെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി, പക്ഷേ മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ വായനക്കാരുടെ കയ്യിൽ നിന്ന് വഴുതി മാറുന്ന ഒരു അർത്ഥതലം ഉള്ള കവിതകളാണ് സുരേഷിൻ്റെ പല കവിതകളും. അപ്പോൾ അത് ഒരു കവിതയുടെ ഒരു പൊതുവായൊരു ഗുണമാണെന്ന് പറയാം. വേറൊരു എന്താ പറയുക, ഒരു കോമൺ ക്വാളിറ്റി ഡൈക്കോട്ടമീസ് എന്നൊക്കെ പറയും, ആൻറ്റിനോമീസ് എന്ന് വെച്ചാൽ വിരുദ്ധാശയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു രീതി. അത് ഇപ്പോൾ ഈ ഇംഗ്ലീഷിൽ, ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷുകാരെ പറ്റി പറയുന്നത്. നമ്മളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ക്ലൈൻറ്റ് ഗോക്സ് എന്ന് പറയുന്ന ഒരു വിമർശനം, അദ്ദേഹം പറയുന്നത് ലാംഗ്വേജ് ഓഫ് പോയട്രി ഈസ് ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്നാണ്. വൈരുദ്ധ്യങ്ങളാണ് കവിതയാക്കുന്നത്. വൈരുദ്ധ്യങ്ങളുടെ ഭാഷയാണ് കവിതയുടെ ഭാഷ. അപ്പോൾ സുരേഷ് ബാബുവിൻ്റെ കവിതകളിൽ വൈരുദ്ധ്യങ്ങൾ വളരെ പ്രകടമായിട്ടുണ്ട്. എന്താ പറയുക, ഞാനും നീയും, ഇരുട്ടും വെളിച്ചവും, നിഴലും നിലാവും എന്നൊക്കെ പറയുന്നത് പോലെ ചില കവിതകളുടെ പേരുകൾ തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ചെറിയ കവിത ജീവിതം എന്നാണ് കവിതയുടെ പേര്. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ പകുതിയായപ്പോഴാണ് നീ തുടങ്ങിയത്, നീ തുടങ്ങിയപ്പോൾ ഞാൻ തീർന്നു പോകും. കവിത 2 ലൈനേ ഉള്ളൂ. കവിത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് കവിതയാണോ? ഇതിപ്പോൾ ഞാൻ നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ പക്ഷേ ഈ ഒരു പുസ്തകത്തിൽ കവിതയായിട്ട് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഈ വൈരുദ്ധ്യാത്മകത നമുക്ക് കാണുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഇത് കവിതയല്ല. പക്ഷെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഈ വൈരുദ്ധ്യത്തിൻ്റെ ഇടയ്ക്കൊരു ഒരു അർത്ഥമുണ്ട് നമുക്ക് തോന്നുമ്പോൾ ഇത് കവിതയായിട്ട് മാറും. അപ്പോൾ ഇത് വേറൊരു ക്വാളിറ്റിയാണ് സുരേഷിൻ്റെ കവിതകൾ. മൂന്നാമത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാവ്യ ഗുണം ഞാൻ കണ്ടത് സിന്ധു ടീച്ചർ സൂചിപ്പിച്ചതാണ്. മകൾ ചുണ്ടുകൾ എന്നൊരു കവിത ടീച്ചറുടെ മനോഹരമായി ചൊല്ലും. കവിതകളൊക്കെ പറയാം. സുരേഷ് ബാബു സ്വന്തം അനുഭവത്തിൽ സ്വന്തം മകളെ പറ്റിയൊരു കവിതയാണ്. ആ കവിത ടീച്ചറോട് ചൊല്ലിയതുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ പറയാം. അപ്പോൾ പെൺകുട്ടിയെ സുരേഷ് ബാബു ഉറക്കാൻ കിടത്തുന്നു. അവൾ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് സുരേഷ് എന്ന കവി അപ്പുറത്ത് പോയി കവിത പൂർത്തിയാക്കുന്നു. തിരിച്ചു നോക്കുമ്പോൾ കട്ടിലിൽ മകളെ നമ്മൾ കാണുന്നുണ്ട്. 2 എലികൾ അവിടെ കൂടി കളിക്കുന്നുണ്ട്. കട്ടിലിൽ മിടിക്കുന്ന ഒരു ഹൃദയം നിലാക്കിയത് പോലെ എന്നാണ് പറയുക. നമ്മൾ കവിത വായിച്ചു വരുമ്പോൾ അതുവരെ കവിത വളരെ മൂർത്തമാണ്. മൂർത്തം എന്ന് പറഞ്ഞാൽ എലികളുണ്ട്, പെൺകുട്ടിയുണ്ട്, പിന്നെ അവരുടെ ജീവിത ഭാഷണമുണ്ട്. പെൺകുട്ടി സുരേഷ് ബാബുവിൻ്റെ കൈ നക്കി നോക്കിയിട്ട് ഉപ്പുമാങ്ങ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള വളരെ നമുക്ക് തൊടാവുന്ന, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കവിത അവസാനമാകുമ്പോഴേക്കും അവസാനത്തെ 2-3 ലൈനിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, ഇതിനാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക, അമൂർത്തത. അവസാനത്തെ 2 ലൈനിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. കുട്ടി എവിടെയുണ്ടോ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, അപ്പോൾ നിലാക്കിയത് എന്താണ്, ആ 2 എലികൾ എടുത്തുകൊണ്ട് പോകാത്ത പെൺകുട്ടി ഇവിടെയുണ്ട്, സുരേഷിൻ്റെ മകൾ. അപ്പോൾ ഇതിനാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ, അമൂർത്ത എന്ന് പറയുന്നത്. നല്ല കവിതകളൊക്കെ അങ്ങനെയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തുടങ്ങി നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളിലേക്ക് അരൂപി എന്നൊക്കെ പറയാറില്ല, അതുപോലെ അബ്സ്ട്രാക്ഷൻ ലെവലിലേക്ക് മാറും നല്ല കവിത. അപ്പോൾ സാമാന്യമായി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ നല്ല കാവ്യ ഗുണങ്ങൾ ഉള്ളവയാണ് സുരേഷിൻ്റെ മിക്ക കവിതകൾ. ഈ കവിതകളുടെ ആത്മാവ്, സോൾ ഓഫ് പോയട്രി, മെറ്റഫറാണെന്ന് പറയാം. ഓക്കെ, രൂപകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടി വേറൊരു കാര്യം ഉപയോഗിച്ച് പക്ഷേ നമ്മൾ സാദൃശ്യമൊന്നും കാണിക്കാതെ പറയുന്നതാണ് രൂപകം. ഇതൊരു തരം മാന്ത്രികവിദ്യയാണ്. നമുക്കറിയാവുന്ന കാര്യം പെട്ടെന്ന് നമുക്കറിയില്ലാത്തൊരു കാര്യമായിട്ട് മാറുന്ന ഒരു മാജിക്കാണ്.
നല്ല കവികളൊക്കെ അങ്ങനെ മെറ്റപ്പ് ഉപയോഗിച്ച് കവിത എഴുതുന്ന കവികളാണ്. ഒരു കവിത, ഈ ഇതിനകത്തൊരു കവിതയുടെ പേര് നിരാശാ ഭൂപടം എന്നാണ്. നിരാശാ ഭൂപടം ഒക്കെ നിങ്ങൾ വായിക്കണം, നല്ല കവിതയാണ്. അപ്പോൾ ആ കവിതയുടെ കഥ ഇങ്ങനെയാണ്, കവിതയ്ക്ക് കഥയുണ്ടെങ്കിൽ ആ കഥ ഇങ്ങനെയാണ്. കവി ഒരു പുതിയ വർഷത്തിൽ എല്ലാവരും തീരുമാനം എടുക്കില്ലേ, നല്ല തീരുമാനം, റെസൊല്യൂഷൻസ്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. അതുപോലെ കവി ഒരു തീരുമാനം എടുക്കുന്നു. ഓരോ പ്രാവശ്യവും നിരാശ ഉണ്ടാകുമ്പോൾ കവി ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങും. ഓക്കെ, ഓരോ നിരാശയ്ക്കും ഓരോ ചിത്രം. ഇടത്തരം നിരാശയ്ക്ക് ഒരു ചെറിയ വര, ചെറിയ നിരാശയ്ക്ക് ഒരു കോറം, പൂർണ്ണ നിരാശയ്ക്ക് ഒരു മുഴുവൻ ചിത്രം. തൊട്ടടുത്ത ചുവടിൽ ഈ സരസമായി പറയുന്ന കാര്യം വളരെ പെട്ടെന്ന് വേറൊരു തരത്തിലേക്ക് മാറും. ജോലിയുമായി ബന്ധമുള്ളതിന് സസ്യങ്ങൾ, സമൂഹവുമായി ബന്ധമുള്ളതിന് മത്സ്യങ്ങൾ, മതനിരാശകൾക്ക് ജാമിതീയ രൂപങ്ങൾ, ആത്മനിരാശകൾക്ക് പക്ഷികൾ. അപ്പോൾ ഇങ്ങനെ എത്തുമ്പോഴേക്കും നമ്മൾ വായിച്ചു വരുന്ന നമുക്ക് മനസ്സിലാവും അതിൻ്റെ അർത്ഥം വേറെ ലെവലിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ സാഹിത്യം പഠിപ്പിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിന് നമ്മൾ സെമിയോട്ടിക്സ് എന്നും സ്ട്രക്ചറൽസ് എന്നൊക്കെ പറയും. അതായത് ഭാഷ എന്ന് പറഞ്ഞാൽ ശരിക്കും ചിത്രങ്ങളാണല്ലോ. അപ്പോൾ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതീകങ്ങളാണ്. അപ്പോൾ ഈ പ്രതീകങ്ങൾക്ക് അതിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് പറയുന്ന കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ പുതിയ ഈ ചിഹ്നശാസ്ത്രം എന്ന് പറയുന്ന, സെമിയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു തിയറിയുടെ അടിസ്ഥാന സിദ്ധാന്തമാണ്. സുരേഷ് ബാബു സെമിയോട്ടിക്സ് പഠിച്ച ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സുരേഷ് ബാബുവിൻ്റെ കവിത ഇങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട കവിതാ സിദ്ധാന്തങ്ങളെയും പ്രകടിപ്പിക്കുന്ന കവിതകളാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കവിതയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കവിതകളാണ് ഉടൽ ഭാഷകൾ. പിന്നെ സാധാരണ കവിതാ സമാഹാരം ഇറക്കുമ്പോൾ നമ്മൾ അതിനൊരു എന്താ പറയുക, ഒരു പൊതുവായ ഒരു സ്വഭാവമുണ്ടോ എന്ന് നോക്കും. ഒരു കണക്റ്റിംഗ് ത്രെഡ്, എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ത്രെഡ്. ഈ ഉടൽ ഭാഷ എന്നുള്ള പുസ്തകത്തിനകത്ത് കവിതകൾക്ക് അങ്ങനെ ഒരു ഏകമാനമായ ഒരു സ്വഭാവമില്ല. പ്രകൃതിയെക്കുറിച്ചുള്ള കവിതകളുണ്ട്, പിന്നെ പിതൃപുത്ര ബന്ധത്തെക്കുറിച്ചുള്ള കവിതകളുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ള കവിതകളുണ്ട്, പിന്നെ പ്രണയത്തെക്കുറിച്ചുള്ള കവിതകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സമകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള, അതിനെക്കുറിച്ചുള്ള ആകുലതകളെക്കുറിച്ചുള്ള കവിതകളുണ്ട്. ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച വാടക കുടുംബങ്ങൾ എന്നുള്ള കവിത ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തരം കവിതകളുണ്ട്. അതിൻ്റെ അർത്ഥം കവി എല്ലാം കാണുന്ന കവിയാണ്. അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ സുരേഷ് കാണുന്ന, സുരേഷിന് മനസ്സിലാവുന്ന, സുരേഷ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ കവിതയുടെ ഭാഷയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കവികളാണ്. ഒരു വിശകലനങ്ങൾ എന്നൊരു കവിതയുണ്ട്. ഈ കവിത ഇതിലൊരു നല്ല ഒരു എക്സാമ്പിളാണ്. നമുക്കൊക്കെ പരിചയമുള്ള, നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന ആത്മഹത്യകളെ കുറിച്ചാണ് കവിത. കവിത നോക്കട്ടെ. ഓക്കെ, കവിത എങ്ങനെയാണ്? പണ്ടൊക്കെ തടപ്പായയിലായിരുന്നു പൊതിഞ്ഞെടുത്തിരുന്നത്, ഇപ്പോൾ പോളിത്തീൻ ബാഗിൽ. റോഡിൽ ചതഞ്ഞെറിഞ്ഞത്, ട്രെയിനിൻ്റെ വേഗത അളന്നത്, മരത്തിൽ കായ്ച്ചത്, അഗ്നിശുദ്ധി തെളിയിച്ചത്, അങ്ങനെ കവിത പോകുന്നത് അങ്ങനെയാണ്. ആത്മഹത്യയെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ വായിച്ചു വരുമ്പോൾ റോഡിൽ ചതഞ്ഞെറിഞ്ഞത് നമുക്ക് മനസ്സിലായല്ലോ. ട്രെയിനിൻ്റെ വേഗത അളന്നത്, ഓക്കെ. മരത്തിൽ കായ്ച്ചതെന്ന് പറയുമ്പോൾ അത് പോയട്രിയാണ്. അപ്പോൾ ഒരു മരത്തിൽ തൂങ്ങി മരിക്കുന്ന ഒരു ശരീരത്തെ മരത്തിൽ കായ്ച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറയുള്ള അർത്ഥം നമ്മൾ അറിയാതെ ഓർത്തു പോകും. ഇപ്പോൾ ഈ ആത്മഹത്യയെ പറ്റി വളരെ സൈദ്ധാന്തികമായ ഒരു കാര്യം എഴുതിയത് ആൽബേർ കമ്യു എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. അദ്ദേഹം പറയുന്നത് ഓരോ ആത്മഹത്യയും അത് ആകസ്മികമല്ല, അത് ഒരുപാട് നാളെടുത്ത് ഒരു കലാസൃഷ്ടി മനസ്സിൽ രൂപപ്പെടുന്നത് പോലെ, ഒരു ധ്യാനം പോലെ മനസ്സിൽ രൂപപ്പെടുന്നതാണ് ആത്മഹത്യ എന്നാണ് കമ്യു പറയുന്നത്. അപ്പോൾ മരത്തിൽ കായ്ച്ചതെന്ന് പറയുമ്പോൾ ആ ഒരു ജൈവിക പ്രക്രിയ ശരിക്കും ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള കുറേ നല്ല കവിതകൾ ചെയ്യുന്നതാണ് ഉടൽ ഭാഷകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ, ഞാനൊക്കെ പറഞ്ഞ പോലെ ഒരു കോമൺ ത്രെഡ് ഉണ്ടെങ്കിൽ അത് ശരീരമാണ്, ഉടലാണ്. ഉടലിൽ കൂടി നമ്മൾ ചെയ്യുന്നത് ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും മാത്രമല്ലല്ലോ, നമ്മൾ ലോകത്തെ അറിയുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടെയാണ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാറില്ല. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഓരോ സുഷിരങ്ങളാണല്ലോ. കണ്ണ്, മൂക്ക്, വായ്, നാക്ക്, ത്വക്കാണെങ്കിലും ഒരുപാട് സൂക്ഷ്മ സുഷിരങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മൾ പുറത്തെ ലോകവുമായി സംവദിക്കുന്നത്. അങ്ങനെയുള്ള സംവേദനങ്ങളുടെ കവിതയാണ് ഉടൽ ഭാഷ. അതുകൊണ്ട് കവിതയുടെ പേര്, കവിതാ സമാഹാരത്തിൻ്റെ പേര് വളരെ അന്വർത്ഥമാണ്. സുരേഷ് ബാബുവിൻ്റെ കവിതകൾക്ക് ഒരുപാട് വായനക്കാരുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
ഇതിനകത്തൊരു ഒരു കവിതയുണ്ട്, അതിനെക്കുറിച്ച് കൂടി ഞാൻ സൂചിപ്പിച്ച് നിർത്താം. കടല സാഹിത്യം എന്നാണ് കവിതയുടെ പേര്. കടല സാഹിത്യം. ഈ കടല സാഹിത്യം എന്നുള്ളത് കവിത ഇങ്ങനെയാണ്: വീട്ടിലെ മച്ചിലിരുന്ന ഒരു കവിതാ പുസ്തകം അറിയാതെ താഴെ വീണു. അത് താഴെ വീഴുന്ന ഒരു പത്രക്കെട്ടിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ പത്രക്കെട്ട് പിറ്റേ ദിവസം കടലക്കാരന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പത്രക്കെട്ടാണ്. അപ്പോൾ പത്രക്കെട്ടിൻ്റെ കൂടെ കവിതയും കടലക്കാരൻ്റെ കയ്യിൽ ചെന്നു. കടലക്കാരൻ ഓരോ പേജും ഓരോ കവിതയും എടുത്ത് കടല മുറിഞ്ഞു കൊടുത്തു. അപ്പോൾ അന്ന് വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് കടല കുറിച്ചൊരു ചെറുപ്പക്കാരൻ കവി പറഞ്ഞത് തികച്ചും ഒരു പാരമ്പര്യ പ്രേരണയിൽ ആ കടലാസ് എടുത്തൊന്ന് വായിച്ചു നോക്കി. ഒരു കവിത പുഷ്പണിയായി. അങ്ങനെയാണ് സുരേഷ് എഴുതുന്നത്. ഓക്കെ. അപ്പോൾ ഉടൽ ഭാഷയിലുള്ള കവിതകളൊക്കെ അവരുടെ വായനക്കാരെ കണ്ടുപിടിച്ച് എല്ലാ കവിതകളും പുഷ്പണികളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ നാടിന് ഇങ്ങനൊരു കവിയെ കിട്ടിയത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയെടുത്തത് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ തുടങ്ങിയത് നമ്മുടെ ആലക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഭൂമിശാസ്ത്രത്തെ പറ്റി പറഞ്ഞാൽ, സുരേഷ് ബാബു, ഞങ്ങൾക്കൊക്കെ സുരേഷ് ബാബു VK ആയിരുന്നു. പക്ഷേ പുസ്തകത്തിൽ സുരേഷ് ബാബു മണക്കടവ് എന്നാണ്. ഞാൻ മണക്കടകാരനാണല്ലോ, ഇവിടെയുള്ള പലരും മണക്കടകാരനാണ്. അപ്പം മണക്കടവിന് സുരേഷ് ബാബുവിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സുരേഷ് ബാബു 2 കവിത എഴുതുമ്പോൾ ഉടനെ എങ്ങനെയാണ് മണക്കടവ് എന്ന് പറഞ്ഞു എഴുതുക? രാമകൃഷ്ണൻ, കടമ്പനിട്ടയിലെ രാമകൃഷ്ണൻ കവിത എഴുതിയപ്പോൾ കടമ്പനിട്ട രാമകൃഷ്ണനാണ്. അപ്പോൾ ഇപ്പോൾ കടമ്പനിട്ട കവി ഉണ്ടാക്കിയതാണോ അതോ കവിയെ കടമ്പനിട്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ ഈ സ്ഥലവും വ്യക്തിയും തമ്മിലുള്ള ഈ പാരസ്പര്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരുപാട് കവിത നമുക്കറിയാമല്ലോ, ഒരു സ്വന്തം സ്ഥലത്തിൻ്റെ പേര് ചേർത്താണ് അവർ പറയുന്നത്. അപ്പോൾ അത് വെറും ആലങ്കാരികമല്ല. കാരണം ഓരോ കവിയും സ്വന്തം നാട്ടിലെ ശ്വസിക്കുന്ന വായും കുടിക്കുന്ന വെള്ളവും കൊള്ളുന്ന വെയിലും വഴിയൊക്കെയാണ് കവിയാവുന്നത്. ഇപ്പോൾ സുരേഷ് ബാബു കുടിച്ച പുഴയിലൊക്കെ ഞാനും കുടിച്ചിട്ടുണ്ട്. സുരേഷ് ബാബു കയറിയ ബസ്സിലൊക്കെ ഞാനും കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കവിയായിട്ടില്ല, സുരേഷ് ബാബു കവിയായി. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട് ഭാഷയിലൂടെ, സുരേഷിൻ്റെ ഭാഷയിലൂടെ പുനരവതരിക്കുകയാണെന്ന് പറയാം. അങ്ങനെയുള്ള കവികളാണ് നല്ല കവികളാണ്. ഒരു 50 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ മണക്കടവ് സുരേഷ് ബാബുവിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുക, നമുക്കറിയില്ല. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സുരേഷ് ബാബുവിൻ്റെ കവിതകൾക്ക് എല്ലാ ആശംസകളും. സർഗവേദിയുടെ പ്രസിഡന്റ് ശ്രീ ആർ പ്രദീപ്, അതുപോലെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത സാഹിത്യകാരി ശ്രീമതി KV സിന്ധു, പുസ്തകം പരിചയപ്പെടുത്തിയ ഷൈജു മാഷ്, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റ് വ്യക്തികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സുരേഷ് ബാബു, ഒറ്റ പ്രാവശ്യം സുരേഷ് ബാബുവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ധാരാളം ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ നമ്മുടെ സമൂഹത്തിന് മലയാള ഭാഷയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നല്ല കവിതകൾ രചിക്കുന്ന ഒരു കവിയാണ് നമ്മുടെ മണക്കടവ് നാട്ടുകാരനായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു. ഞാൻ സൂചിപ്പിച്ച ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആത്മബന്ധം വളരെ അടുത്തുള്ള. ഞാൻ ഈ ആത്മബന്ധത്തിന് ഇത്രയും മണി ഒന്നിച്ച് കണ്ടുമുട്ടാൻ വേണ്ടി ഇത്രയും ദൂരം സഞ്ചരിക്കണമെന്ന് അറിഞ്ഞത് ഞാൻ ഇന്നാണ്. 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് പിന്നെ സുരേഷ് ബാബുവിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിനപ്പുറം, തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിൽ ഉള്ള ഒരു സ്ഥലത്ത്, തോട്ടട എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയാവുന്ന സുധാകരൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. MP സുധാകരൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ആത്മാന്തം ഇവിടെ എത്തി അദ്ദേഹത്തിനെ ഒന്നുകൂടി കാണാനും നിങ്ങളോടൊപ്പം ഒന്ന് പിന്നെ സംഗമിക്കാനും വേണ്ടിയാണ്, സംവദിക്കാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കില്ല, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. കൊറോണ കാലത്താണ് കണ്ണൂരിൽ കേരളത്തിലെ 100ഓളം സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊറോണ കാലത്ത് രൂപീകരിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോൾ ലൈവായിട്ട് കണ്ണൂരിൽ പ്രവർത്തിച്ചു വരികയാണ്. കണ്ണൂർ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മലയാള ഭാഷാ പോഷണ വേദി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഒരു തുടക്കം മുതൽ അതിൻ്റെ അംഗമാണ് സുരേഷ് ബാബു. സുരേഷ് ബാബുവിൻ്റെ ഈ കൃതി നമ്മുടെ മലയാള സാഹിത്യത്തിന് ഒരു
എന്നോടൊപ്പമാണ് മണക്കടവും ചേർത്ത് വായിക്കുന്നത്. ഇതേപോലെ കുറേ ആളുണ്ട്. അക്ബർ കക്കട്ടിൽ എന്ന പ്രദേശത്തിൻ്റെ പേരാണ്. അക്ബർ ലോകത്തിലാണ് കക്കട്ടിൽ അറിയപ്പെടുന്നത്. പയ്യന്നൂർ കുഞ്ഞിരാം മാഷിൻ്റെ കൂടെ പയ്യന്നൂർ അറിയപ്പെടും. അതേപോലെ ഈ മണക്കടവ് എന്നുള്ള പ്രദേശം കേരളമാകെ നമ്മൾ സുരേഷ് ബാബുവിലൂടെ അറിയപ്പെടട്ടെ എന്നുകൂടി സൂചിപ്പിക്കാമെന്ന് ഈ സുരേഷ് ബാബുവിൻ്റെ ഈ പുസ്തകത്തിന് ഒരിക്കൽ കൂടി ഈ പുസ്തക പ്രകാശന ചടങ്ങിന് ഒരിക്കൽ കൂടി ആശംസ നേരുകയാണ്. ഇനി കൂടുതൽ കൃതികൾ സുരേഷ് ബാബുവിലൂടെ ഉണ്ടാവട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മഴയിലന്നേരമോടിയിറങ്ങി ഞാൻ ഒട്ടുനേരമായി കാക്കുന്നു നീ എന്നെ നോക്കി നോക്കി നിന്നേറെ നേരം പെയ്തു ഞാൻ ചെല്ലാതെ ദുഃഖിക്കുന്നു. പണ്ടു ബാല്യത്തിൽ കൂട്ടുകാരോടൊത്തു സല്ലപിച്ചു സ്കൂൾ വിട്ടുവരും നേരം എത്രയാളാകം എന്നിൽ ജനിപ്പിച്ചു പാറി വീണു കളിക്കൂട്ടുകാരി നീ പാറി വീണു കളിക്കൂട്ടുകാരി നീ പുസ്തകക്കൂട്ടം മാറത്തടുക്കിയ റോഡിലൂടൊഴുകുന്ന വെള്ളത്തിൽ കാലുകൊണ്ടു തെറിപ്പിച്ചു കൂത്താടി കൂടെ ഓടുന്നു ബാല്യസമൃദ്ധികൾ കൂടെ ഓടുന്നു ബാല്യസമൃദ്ധികൾ തോട്ടുവെള്ളത്തിൽ പായും പുഴകളിൽ എന്നെ നീരാട്ടാൻ നീ പകർന്നെത്തി നീ തെല്ലു പരിഭവത്തോടെ അകന്നു നീ ചേപ്പില കൂട ചൂടി നടക്കെ ഞാൻ ചേപ്പില കൂട ചൂടി നടക്കെ ഞാൻ കൂടെ കൂടെ കടന്നെത്തും ഓർമ്മയിൽ ഒറ്റ ശീല കൂടതൻ സുരക്ഷയെ കാതരം നോരോ പ്രേയസിയോടൊത്തു പങ്കുവെച്ചതോ എത്ര അലൗകികം പങ്കുവെച്ചതോ എത്ര അലൗകികം. പിന്നെ വന്നു നീ സംഹാരരൂപയായി കാലദേശം ഭ്രമം വന്ന ദുർഗവോ മുടി പറിച്ചാടി പുരമൊടുക്കി നാടി വർഷമായും വറുതിയായും മുതാ ആടി വർഷമായും വറുതിയായും മുതാ എന്നെയൂട്ടുന്നു പോറ്റുന്നു നീ വന്ന് ഉറവയായി പൊന്നു നെന്മണി മുത്തായി വേലിവക്കിൽ ചിരിതൂകി നിൽക്കും പൂക്കുരുന്നായി പ്രണയത്തണുപ്പായി പൂക്കുരു
സുന്ദരം പെയ്യുമിമാരിയിൽ പാടിടട്ടെ ഞാൻ ആർത്തുല്ലസിക്കട്ടെ സ്വച്ഛ സുന്ദരം പെയ്യുമിമാരിയിൽ ആണ്ടുപോകട്ടെ അലിഞ്ഞു ചേർന്നിരട്ടെ അമൃതവർഷമാവി ജലധാരയിൽ അമൃതവർഷമാവി വായനക്കാരുടെ ഹൃദയഭാഷയുമായി ചേർന്ന് അലിഞ്ഞൊഴുകട്ടെ എന്ന് ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആസ്വാദകർ, സാഹിത്യ സുഹൃത്തുക്കൾ, എൻ്റെ പേര് പ്രദീപ്. ഞാൻ വരുന്നത്, എൻ്റെ വീട് പനത്തടിയാണ്. പനത്തടി. സുരേഷ് ബാബു എന്ന സുഹൃത്തിനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു കൂട്ടായ്മയിൽ മാത്രമുള്ള ബന്ധമാണ്. പക്ഷേ ആ കൂട്ടായ്മയെ പറ്റി രണ്ട് വാക്കുകൂടെ പറയാൻ ഒരു അവസരം തീർച്ചയായിട്ടും ഞങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. വായനശാല എന്നാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേര്. വായനശാല അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്ന പോലെ വായിക്കാനുള്ളതാണെങ്കിലും ഒരു ഭൗതിക രൂപമുള്ള വായനശാലയായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ 92 ഡിപ്പോകളിൽ പ്രവർത്തിക്കുന്ന KSRTC ജീവനക്കാർ വായന ഇഷ്ടപ്പെടുന്ന, പുസ്തകത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് ഒരു 4 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ. കോവിഡ് കാലത്ത് മറ്റൊന്നും ചെയ്യാനില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ആശയം പങ്കുവെച്ചാണ്. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നമുക്ക് സുഹൃത്തുക്കളുണ്ട്. ആരെങ്കിലും ഒന്ന് വായിച്ച പുസ്തകങ്ങൾ, അതിലെ ആശയങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ എന്നൊരു ചെറിയ ആശയം തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതേ അല്ല വായനയുടെ ഒരു വ്യാപ്തി, അതിൻ്റെ ഡെപ്ത്, അതിനെ സ്നേഹിക്കുന്നവരുടെ വികാരം. അങ്ങനെ വായനശാല എന്നൊരു സാംസ്കാരിക കൂട്ടായ്മ രജിസ്റ്റർ ചെയ്ത് കാസർഗോഡ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഏകദേശം 700ഓളം ആൾക്കാരാണുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി പ്രസാദാറിനൊക്കെ അറിയാം ഏറെക്കുറെ. ഞങ്ങൾ ഒരു പുസ്തകം തിരഞ്ഞെടുക്കും, ഒരു മാസം. ആ പുസ്തകം ബൾക്കായിട്ട് വാങ്ങും. കാലങ്ങളാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു പുതിയതായി ഇറങ്ങുന്നൊരു പുസ്തകമോ അല്ലെങ്കിൽ വളരെ പോപ്പുലറായ ഒരു പുസ്തകമോ തിരഞ്ഞെടുത്ത് അതിൻ്റെ 100 200 കോപ്പികൾ വാങ്ങി ഞങ്ങൾക്ക് പുസ്തകങ്ങൾ ഞങ്ങളുടെ അംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം കേരളത്തിൽ അങ്ങോളം ഞങ്ങളുടെ ബസ്സുകൾ ഓടുന്നുണ്ട്. ഞങ്ങൾ അടുത്ത കണ്ടക്ടർക്ക് കൊടുക്കുന്നു. ഇവിടുന്ന് തിരുവനന്തപുരം വരെ ഉള്ള ഞങ്ങളുടെ ഡിപ്പോകളിലുള്ള അംഗങ്ങളിലേക്ക് ഞങ്ങൾ ആ പുസ്തകം എത്തിക്കുന്നു. ആ പുസ്തകം വായിക്കുന്നു. 2 3 ആവർത്തി വായിച്ചതിന് ശേഷം മിക്കപ്പോഴും ഈ എഴുത്തുകാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിനൊരു ചർച്ച സംഘടിപ്പിക്കുന്നു. അങ്ങനെയാണ് തുടക്കം. ഇപ്പോൾ എന്തായാലും ഏറെക്കുറെ എഴുത്തുകാരുടെ ഇടയിലൊക്കെ വായനശാലയെ പറ്റി അവർക്ക് അറിവുണ്ട്. അവരുമായിട്ട് ഹൃദയബന്ധം ഉണ്ട്. അവരുടെ വലിയ പിന്തുണയുണ്ട്. അത്തരം പിന്തുണയിൽ നിൽക്കുന്ന ഈ വായനശാലയിൽ ഒരു മുൻ KSRTC ജീവനക്കാരൻ കൂടിയായ നമ്മുടെ സുഹൃത്ത് സുരേഷ് ബാബു അംഗമാണ്. ഞാനും അംഗമാണ്. നിലവിൽ ഏകദേശം 40ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച സുഹൃത്തുക്കളാണ് നമ്മുടെ വായനശാല പ്രവർത്തിക്കുന്നത്. അവരുടെ എല്ലാം അനുമോദനം അറിയിക്കാനും ഈ സന്തോഷവേളയിൽ പങ്കെടുക്കാനുമാണ് വളരെ ദൂരെ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. ഈ ആലക്കോടിൻ്റെ സദസ്സിന് ഈ പുസ്തകം, നമ്മുടെ അംഗങ്ങളുടെ എല്ലാം പുസ്തക പ്രകാശനങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സഞ്ചരിക്കാറുണ്ട്. പക്ഷെ ഇത്ര പ്രൗഢമായ ഒരു സദസ്സ്, അത് ഇത്ര ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്ന സദസ്സ്, വളരെ പുസ്തകം വാങ്ങുന്ന സ്ഥലത്തിന് സാധാരണ പുസ്തക പ്രകാശന വേദികളെ കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയുമോ? അതുപോലെ ഒരു ടേബിളിൽ കുറച്ച് പുസ്തകമായിട്ട് ഒരാളിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിരിക്കും. പരിപാടി കഴിയുമ്പോൾ തൊട്ട് എതിർവശത്തുള്ള വാതിൽ കൂടി
ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ടേബിളിൽ നിന്നും ഇരിക്കുന്ന കസേരകളിൽ നിന്നും പണം തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ ഏൽപ്പിച്ച് ആ പുസ്തകം വാങ്ങുന്ന ആ ഒരു രീതി തീർച്ചയായിട്ടും ആലക്കോടിനെ അഭിനന്ദിക്കാതെ വയ്യ. ആദ്യം ആലക്കോടിനെ അഭിനന്ദിക്കുന്നു. പിന്നീട് ഈ പുസ്തകം ഈ കവിതകൾ മിക്കവാറും എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. സുരേഷ് ബാബുവിൻ്റെ കവിതകൾ എഴുതുന്ന മുറയ്ക്ക് വായനശാലയിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. സുരേഷിൻ്റെ പിന്നെ എഴുത്തിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. എന്തായാലും നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആലക്കോടിൻ്റെ പേര് കൂടുതൽ SSലേക്ക് എത്തിക്കാൻ സുഹൃത്തിന് കഴിയട്ടെ. തീർച്ചയായും ഈ പരിപാടിക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, നിങ്ങൾ ഓരോരുത്തരെയും, ഇതിൻ്റെ സംഘാടകരെയും എഴുത്തുകാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നമസ്കാരം. നമുക്കെല്ലാം വേറെ സന്തോഷകരമായ നമ്മുടെ യുവ പങ്കുകൂടിയായ ശ്രീ സുരേഷ് ബാബു അദ്ദേഹം ആദ്യ കവിതാ സമാഹാരം മലയാളത്തിലെ ശ്രദ്ധയായ എഴുത്തുകാരി കവിയത്രി നമ്മുടെ പ്രിയങ്കരായ സിന്ധു ടീച്ചർ ഒരു പ്രകാശനം ചെയ്തിരിക്കുക. ഈ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ വിശദമായൊരു പഠനവും പരിചയപ്പെടുത്തലും അതിനുള്ള മാസം നടത്തിയിരിക്കുന്നു. ശ്രീ സുരേഷ് ബാബുവിൻ്റെ കവിതകൾ, നിരവധിയായ കവിതകൾ നാം നമ്മുടെ ഗ്രൂപ്പിലൂടെയും ആനുകാലികളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു യുവ കവിയെയാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത്. എന്നെപ്പോലൊരു സാധാരണ വായനക്കാരൻ ഒരു കവിതയുടെ പ്രാഥമിക ഗുണമായി കണക്കാക്കാൻ ഒരു കൂടെ വായിച്ചു പോകാവുന്ന ഒരാന്തര താളം അതിനുണ്ടായിരിക്കുന്നതാണ്. സിന്ധു ടീച്ചർ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊന്നും പെടുന്നല്ലത്. ഒരു താളത്തോടെ വായിച്ചു പോകുന്ന ഒരനുഭവം എന്നെ കൂടുതൽ ആകർഷിക്കാറുണ്ട്. അതൊരു പക്ഷേ എഴുത്തുകാരൻ ഉയർന്ന ഭാവനയും അദ്ദേഹത്തിന് സമ്പന്നമായ പദസമ്പത്ത് കൊണ്ട് സാധിക്കുന്നതാണെന്നാണ് എനിക്ക് കരുതുന്നത്. വാക്കും അതിനടുത്ത് വെച്ച വാക്കും തുടർന്ന് വരുന്ന വാക്കുകളും ചേർന്ന് വരികളാകുകയും അങ്ങനെ ഏതാനും വരികളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം തെളിയുകയും ഒരു ആശയം ഉരുത്തിരികയും അത് നമ്മുടെ സൗന്ദര്യാനുഭവത്തെയോ അനുഭൂതിയെയോ തഴുകുകയോ ചെയ്യുന്നത് അനുഭവം. ഒപ്പം തന്നെ നമ്മുടെ ബോധ്യങ്ങളെ മാറ്റിമറിക്കാവുന്ന ഒരറിവ്, ഒരു കാഴ്ചപ്പാട്, ഒരു പ്രചോദനമൊക്കെ ഈ കവിതയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു വായനാനുഭവം എന്നാണ് ഞാൻ കരുതുന്നത്. വായിച്ച് കവിത അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ഇത് കാണിച്ചു തരാനാണ് എന്ന് കവി പറയുന്നിടത്താണ് ആ കവിതയുടെ ജയം, അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് കവിതയ്ക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ സുരേഷ് ബാബുവിൻ്റെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ കുറഞ്ഞ കവിതകളെ വായിച്ചിട്ടുള്ളൂ ഈ പുസ്തകത്തിലുള്ളത്, കടന്നു പോകുമ്പോൾ വല്ലാത്തൊരു ആഹ്ലാദം ഞാൻ അനുഭവിക്കുന്നു. ഒപ്പം തന്നെ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളും ധാരണകളും എൻ്റെ മനസ്സിലേക്ക് എത്താറുണ്ട്. ധന്യാത്മകതയുടെ ചുഴികളൊന്നുമില്ലാതെ, ചിന്താക്ലേശങ്ങളില്ലാതെ വായിച്ചു പോകാവുന്ന ഒരു സമതലത്തിലൂടെ ഒഴുകുന്ന ഒരു ജലം ഒഴുകുന്ന അനുഭവമാണ് ആ കവിതയിലൂടെ വായിച്ചു പോകുമ്പോൾ എനിക്കുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ അവിടെ ആരെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില കൽപ്പനകൾ വളരെ ലാവണ്യ അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു അനുഭവം ഈ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്കുണ്ടായി എന്നുള്ളതാണ്.
നാം നമ്മുടെ ഇന്നിനെയല്ല നമ്മുടെ ജീവിതത്തെ വിരൽ തുമ്പിലേക്ക് ചുരുക്കുകയും അവിടെ തന്നെ വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ ചുറ്റുപാടിനെ പറ്റി, നമ്മെപ്പറ്റി, നമ്മുടെ കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കവിതകളുമായി സുരേഷ് ബാബു നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുക. തീർച്ചയായും അദ്ദേഹത്തിന് നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അദ്ദേഹം രംഗത്തേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഈ ഗ്രൂപ്പിലും അല്ലാതെയും നമ്മുടെ ഈ ചുറ്റുവട്ടത്തും മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ പ്രസാദ് മാഷിൻ്റെ മകൻ അപ്പു നന്നായി വരയ്ക്കും. ഇവിടെ നിൽക്കുന്ന രാജു നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്. ഇവിടെ നമ്മുടെ ഷാജി മുതുകാട് എന്ന് പറയുന്ന ചിത്രകാരനുണ്ട്. തേർത്തലിൽ അനീഷ് ജോൺ എന്ന് പറയുന്ന ചിത്രകാരനുണ്ട്. ഇവരുടെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ അതിൻ്റെ കെട്ടും മട്ടും മനോഹരമായിരിക്കും. അവരെ കൂടി എക്സ്പോസ് ചെയ്യാൻ സഹായിക്കുമെന്നുകൂടി ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഇനിയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആളുകൾ തയ്യാറായി വരുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു ആലോചന കൂടി നിങ്ങൾ ആ സമയത്ത് വെക്കണേ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുക. ഇതിനു മുമ്പ് നമ്മുടെ കെ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് വേണ്ടി ഈ അനീഷ് ജോണിൻ്റെ ഒരു 10ഓളം ചിത്രങ്ങൾ ഞാൻ ബന്ധപ്പെട്ടാണ് വരച്ച് കൊടുത്തത്. വളരെ മനോഹരമായ ചിത്രങ്ങളായിരുന്നു. അത് ആ പുസ്തകത്തിൻ്റെ കെട്ടും മട്ടും തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. തീർച്ചയായും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അത്തരം ഒരു സാധ്യത കൂടി എല്ലാവരും പരിശോധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ സുരേഷ് ബാബുവിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പി എൻ ഗോപീഷിൻ്റെയും രാമോഹൻ ബാലത്തിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ, എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എഴുത്തുകാരിൽ തന്നെ കൊടുക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നിവിടെ പങ്കെടുത്ത ആളുകളുടെ രജിസ്റ്റർ നമ്പറുകൾ ഇവിടെ 5 പേരുടെ രജിസ്റ്റർ നമ്പറുകൾ നറുക്കിട്ട് ആ നറുക്ക് വരുന്ന ആളുകൾക്ക് സുരേഷ് ബാബുവിൻ്റെ പുസ്തകം തന്നെ, സുരേഷ് ബാബുവിൽ നിന്ന് അദ്ദേഹം ഒപ്പിട്ട ആ പുസ്തകം തന്നെ ഇവിടുന്ന് ലഭിക്കും. ബിനോയിയുടെ കയ്യിൽ രജിസ്റ്റർ നമ്പറുകളുണ്ട്. സദസ്സിൽ ഓരോരുത്തരായിട്ട് നറുക്ക് എടുക്കാം. നമ്പർ വരുന്ന ആളുകളുടെ പേര് അവിടുന്ന് ബുക്ക് നോക്കി വായിക്കും. അപ്പോൾ അവർക്ക് ഇവിടേക്ക് വന്ന് പുസ്തകം വാങ്ങാവുന്നതാണ്. ഭഗവതിയുടെ അധ്യക്ഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്ത സിന്ധു ടീച്ചർ, അതുപോലെ പ്രഭാഷണം നടത്തിയ രാജു കെ ചാക്കോ, അതോടൊപ്പം തന്നെ എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെയെല്ലാം ഇന്നത്തെ താരവുമായ സുരേഷ് ബാബു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ പഞ്ചായത്തിൽ ഇത്രയും മഹാനായ ഒരു കവിയാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ എന്നും കാണും, സംസാരിക്കും, ഒത്തിരി യോഗമെല്ലാം മതിയും. പക്ഷേ അദ്ദേഹം ഒരു കവിയാണെന്നുള്ളത് അറിയാൻ കഴിയുന്നത് ഇന്നാണ് എനിക്ക്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ കവിതാ പ്രകാശനത്തിന് ഞാൻ വളരെയധികം എത്രത്തോളം വിലമതിക്കാൻ കഴിയുമോ അതിനും അപ്പുറം ഞാൻ ആശംസകൾ നേരുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആലക്കോട് മേഖലയിലെ ഇന്ന് അദ്ദേഹം എത്രത്തോളം വളർന്നിട്ടുണ്ടോ അധികം വലിയൊരു വ്യക്തിയായിട്ട് അറിയപ്പെടുന്ന ഒരു വലിയ കവിയായിട്ട് മാറിത്തീരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുക. നമുക്കറിയാം, നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ തൻ്റെ പേനാത്തുമ്പിലൂടെ എഴുതുന്ന ആ കവിതയിൽ സമകാലിക കാര്യങ്ങളോ പ്രണയമോ അതുപോലെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ദുഷ്പ്രവണതകളോ അതുപോലെ എന്തെല്ലാം പ്രമേയങ്ങൾ വേണ്ടെങ്കിലും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ ജനമനസ്സുകളിൽ തീർച്ചയായിട്ടും വായനക്കാരുടെ കയ്യിൽ എത്തിച്ചേരുന്ന വായനയിലൂടെയാണ്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ വായിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. മുമ്പ് നേരത്തെ ഇവിടെ സുഹൃത്ത് പറഞ്ഞതുപോലെ
KSRTCയുടെ അവിടെ ഗ്രൂപ്പിൽ അവരിങ്ങനെ വായിക്കുന്ന ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇപ്പോൾ നോക്കുമ്പോൾ വായനക്കാരുടെ എണ്ണം വളരെ അധികമുണ്ട്. നമ്മുടെ ഗ്രാമപ്രദേശത്തിലുള്ള വായനാശാലകളിലൊക്കെ വായിക്കുന്ന ആളുകൾ കുറവാണ്. പക്ഷെ പുറത്ത് വായിക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. തീർച്ചയായിട്ടും അവർക്കെല്ലാം ഇതൊരു മുതൽക്കൂട്ടായിട്ട് മാറട്ടെ. നമ്മുടെ സുരേഷ് ബാബുവിൻ്റെ എഴുത്തുകളും കവിതകളെല്ലാം ആയിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ സമയം ഒത്തിരി കടന്നുപോയിരിക്കുന്നു. ഈ സമയത്ത് എൻ്റെ പ്രിയ സുഹൃത്തിന് സുരേഷ് ബാബുവിന് എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ശ്വാസമുള്ള വിശിഷ്ടവ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഈ നിമിഷം ഏറ്റവും സന്തോഷവും അഭിമാനവുമായ നിമിഷമാണ്. കാരണം എൻ്റെ ഒറ്റ സുഹൃത്ത് ശ്രീ സുരേഷ് ബാബു ചെറുപ്പം മുതലേ കവിതയോട് അവൻ അഗാധമായ പ്രണയമായിരുന്നു. ആ പ്രണയത്തിൻ്റെ പൂർണ്ണതയാണ് ഇന്നിവിടെ ഈ പുസ്തക താളുകളിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഇത് ചെറുപ്പം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു, അതിൽ നിന്ന് പൂവണിയുകയാണ്. ഈ അസുര നിമിഷത്തിന് വേദി ഒരുക്കി കൊടുത്ത ആലക്കോട് സർഗവേദിക്കും അതിൻ്റെ പ്രവർത്തകർക്കും മണക്കടവ് തണൽ ശാസ്ത്ര സംഘത്തിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത കൈരളി ബുക്സിനും അവരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം സുരേഷ് ഞങ്ങളുടെ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. ആ നിലയിലും കൂടെയാണ് ഞങ്ങളിവിടെ ഇത് അവതരിപ്പിക്കുന്നത്. മുന്നോട്ട് സുരേഷിന് ഇതുപോലുള്ള കവിതകൾ രചിച്ചുകൊണ്ട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നടന്നുകൊണ്ട് നിർത്തുന്നു. ഹൃദയാഹ്ലാദകാരിതമാവണം സാഹിത്യമെന്നാണ് പൊതുവെ പറയുക. സഹൃദയന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുക
പ്രായത്തിലുള്ളവർക്കും ഏത് സാഹിത്യ നിലവാരത്തിൽ കഴിയുന്നവർക്കും എളുപ്പത്തിൽ ആസ്വദിക്കാനും മനസ്സിലേക്ക് ഏറ്റുവാങ്ങാനും കഴിയുന്ന വിധത്തിലുള്ള ലാളിത്യവും മനോഹാരിതയും നിറഞ്ഞ കവിതയാണ് ഉടൽ ഭാഷകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിലൊരു മുത്തശ്ശി കുഞ്ഞ് എന്ന ഒരു കവിത തന്നെ ഈ കവിതയുടെ ലാളിത്യത്തിനും സൗന്ദര്യത്തിനും ഒരു ഉദാഹരണമാണ്. 90 വയസ്സുള്ള തൻ്റെ രണ്ടാം ബാല്യം ഇമ്പമായി നയിക്കുന്ന ഒരു മുത്തശ്ശിയും 90 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞും അവരുടെ ഉടൽ ഭാഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ ഉയിരിൻ്റെ ഭാഷയിൽ ഒരു സമാനത കാണാൻ വേണ്ടി കഴിയും. ലോകത്തിൻ്റെ ജാലകം തുറന്ന് പുറത്തേക്ക് കാഴ്ചകൾ കാണാനും സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ഏകാഗിയുടെ ചിത്രമുള്ള കവിതയും ഓരോ കവിതകളും വളരെ വിശദമായി തന്നെ ആ കവിതകളെ കുറിച്ച് ഇവിടെ വിലയിരുത്തൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ആലക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഭൂമികൾക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു കവിതാ പുസ്തകമായി ഇത് മാറട്ടെ. ഇനിയും മനോഹരമായ കവിതകൾ എഴുതാൻ ഇതുപോലെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ വെച്ച് ആ കവിതകൾ ചർച്ച ചെയ്യാനും പ്രകാശനം ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കവിക്കും കവിതയ്ക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഇന്ന് ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ബാബുവിൻ്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ മണക്കടവ് എന്ന കൊച്ചു ഗ്രാമത്തിൽ സുരേഷ് ബാബുവും കൂടി ക്ഷണിതാവായിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ സായന്തനങ്ങളിലൊക്കെ സംഘടിപ്പിക്കാറുള്ള എല്ലാ ഫംഗ്ഷനുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു കവിത അല്ലെങ്കിൽ അദ്ദേഹം പാടുന്ന ഒരു കവിതയുടെ സാന്നിധ്യം ആ ചടങ്ങുകളെയൊക്കെ പ്രകാശമാനമാക്കാറുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും എഴുതാൻ, ഒരു കഥ എഴുതാൻ അല്ലെങ്കിൽ ഒരു കത്തെഴുതാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു പേന വേണം, അത് എഴുതിയിടാൻ ഒരു പേജ് വേണം, ഒരു പേപ്പർ. പക്ഷെ ഞാനോ നിങ്ങളോ ഒരു കടലാസിൽ എന്തൊക്കെയോ അക്ഷരങ്ങളോ വാക്കുകളോ ഒക്കെ എഴുതിയാൽ അതൊരു കലാസൃഷ്ടിയാകില്ല. കാരണം ഒരു സാഹിത്യ സൃഷ്ടി നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കവിത എഴുതണമെങ്കിൽ, ഒരു കഥ എഴുതണമെങ്കിൽ അതിനുള്ള ഒരു സാഹിത്യ ബോധം അത് ഒരു സാഹിത്യകാരന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു കലാസൃഷ്ടി നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ സഹൃദയായ കൂട്ടത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് നിൽക്കുന്നത് എങ്കിൽ കൂടിയും ശ്രീ സുരേഷ് ബാബു എൻ്റെ അനുജൻ കൂടിയാണ്. അതുകൊണ്ട് ആ നിലയ്ക്കും കൂടി ആണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മളുടെ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കലാസൃഷ്ടി നടത്തി അതൊരു സമാഹാരത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റി ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടാക്കിയ കാര്യമാണ്. നമ്മുടെ മഹാകവികളായിട്ടുള്ള അല്ലെങ്കിൽ എന്നും നമ്മൾ ഓർത്തിരിക്കുന്ന നിത്യഹരിത കവിതകളും ഗാനങ്ങളും കലാസൃഷ്ടികളും ഒക്കെ എഴുതിയ നമ്മുടെ ചങ്ങമ്പുഴയെ പോലെ അല്ലെങ്കിൽ OMV കുറിപ്പിൻ്റെ, നമ്മുടെ പ്രിയങ്കരനായ OMV കുറിപ്പിൻ്റെ ഒക്കെ സാഹിത്യ സൃഷ്ടികളെ പോലെ മുന്നോട്ട് എന്നെന്നും മലയാളി മനസ്സിൽ പച്ചപിടിച്ച ഓർമ്മകളുമായി ഹരിതാപമായ കവിതകളും സാഹിത്യ സൃഷ്ടികളും ഒക്കെയായി ശ്രീ സുരേഷിൻ്റെ സാഹിത്യ സൃഷ്ടികൾക്ക്, കവിതകൾക്ക്, കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഒരു സ്ഥാനമുണ്ടാകട്ടെ. അതിന് സർവശക്തൻ എല്ലാവരെയും, അതുപോലെ നമ്മുടെ ഈ കവിയെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ സിന്ധു ടീച്ചർ, ഷൈജു, ജോർജ് സാറ്, പ്രിയപ്പെട്ട സുരേഷ്, വേദിയിൽ സദസ്സിലുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ടോമിച്ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ പുസ്തക പ്രകാശനം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ അത്ഭുതം കൊണ്ടില്ല. 40 വർഷമായി, 40 വർഷത്തിലേറെ കാലമായി 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ച ഞാനും സുരേഷ് ബാബു, ഷൈജു ഒക്കെ അന്നേ സാഹിത്യ സമാജങ്ങളിൽ അതിനു മുമ്പും ഒക്കെ കവിത അവരൊക്കെ മത്സരിച്ച് കവിതയ്ക്ക്
എന്നൊക്കെയുള്ള ഒരു പരിഹാസ വിളികൾ ഉണ്ടായിരുന്നു. സുരേഷ്, എൻ്റെ ഒരു സംശയം എന്താണ് ഇത്ര വൈകിയത് എന്ന് മാത്രമേ ഉള്ളൂ. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അതിനുള്ള അവസരം ഒത്തു വന്ന ഇതായിരിക്കാം. വളരെ അഭിമാനമുണ്ട് സുരേഷിൻ്റെ കവിത പുസ്തകമായി പ്രകാശിതമാകുന്നതിലും, അതുപോലെ തന്നെ അതിന് നല്ല ഒരു അവതാരിക എഴുതി ഇവിടെ പ്രകാശനം ചെയ്ത ഷൈജു. അപ്പോൾ ഇതെല്ലാം നല്ല അഭിമാനമുണ്ട്. വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഇന്നത്തെ പരിപാടിക്കുള്ള മറുപടി പുസ്തകമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. വീട്ടിലിരിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷതയേർപ്പെട്ട പ്രദീപ് സാർ, അതുപോലെ തന്നെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത സിന്ധു ടീച്ചർ, അവതാരിക എഴുതിയ ഷൈജു, പ്രസാദ് സാർ, ജോർജ് സാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ലാത്ത അവസ്ഥയുണ്ട് എനിക്ക്. വേദികളിൽ പ്രസംഗിച്ച് പരിചയമില്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടല്ല, മറിച്ച് ആദ്യമായി ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ കൊണ്ടാണ്. നമ്മൾ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരവസ്ഥ. ഞാൻ വീട്ടിൽ നിന്നിങ്ങനെ എനിക്ക് എന്താ ചെറിയൊരു എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ ഉണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ എന്നോട് ഭാര്യ പറഞ്ഞത്, നിങ്ങളെല്ലാം കല്യാണം കഴിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു, പക്ഷെ അപ്പം പിന്നെ ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ പോകുമ്പോൾ പിന്നെ എന്തിനാണ് ടെൻഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് യാതൊന്നും തന്നെ തയ്യാറെടുക്കാതെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ എഴുത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എനിക്ക് മുൻപ് പ്രസംഗിച്ച ആളുകൾ ചിലരെ എൻ്റെ വ്യക്തിപരമായിട്ട് പരിചയമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. എഴുത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും വായനയെ പറ്റിയിട്ട് പറയാതെ അത് പൂർണ്ണമാകില്ല എന്ന് തോന്നുന്നു. ചെറുപ്പം മുതൽ തന്നെ കാര്യമായിട്ട് വായിക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ കേരളം വിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യത്തിലുമൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അക്ഷരങ്ങൾ, പുസ്തകങ്ങൾ എൻ്റെ കൂട്ടത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുമായിട്ട് വിദേശത്ത് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പോകുമ്പോൾ സാധാരണ എല്ലാവരും മറ്റു പല സാധനങ്ങളൊക്കെ ഓരോ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്നാൽ ഞാൻ ഇവിടെ പോകുന്ന വഴിക്ക് മറ്റൊരിടത്ത് കയറില്ല, നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ നിന്ന് പുസ്തകവും മാസികകളെല്ലാം വാങ്ങി. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കാരെ ചോദിച്ചു, ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഈ പുസ്തകങ്ങളെല്ലാം വേറൊന്നും വാങ്ങിക്കൊണ്ട് പോകാനില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ രതീഷോടെ മുൻപ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പരിഹാസമോ തമാശയോ ഒക്കെ എങ്ങനെ എന്നെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമൊന്നും അല്ലായിരുന്നു, എനിക്കത് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ കൂടുതൽ വായിച്ചിട്ടുള്ള ഗദ്യ സാഹിത്യമാണ്. എന്നാലും പിന്നീട് എഴുതി തുടങ്ങിയപ്പോഴൊക്കെയാണെങ്കിലും പദ്യത്തിലേക്കാണ്, അത് കവിതയിലേക്കാണ് കൂടുതൽ പോയത്. ചെറുപ്പത്തിൽ അത്യാവശ്യം കുറച്ച് കഴിയുമായിരുന്നു. ഈ ഷൈജു രതീഷൊക്കെ പറഞ്ഞ സാഹിത്യ സമാജത്തിൽ അങ്ങനത്തെ പരിപാടിക്കെല്ലാം വേണ്ടിയിട്ട് അതുപോലെ PhD പഠിക്കുമ്പോൾ അപ്പോൾ അത്യാവശ്യം എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും മറ്റൊരു തലത്തിലേക്കൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എന്നാൽ അതിനുശേഷം പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷമായിട്ടുള്ളൂ കുറച്ചുകൂടി ഗൗരവതരമായ കവിതാ വായനയിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ എഴുത്ത് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പം അതിനെപ്പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്, 5 അല്ലെങ്കിൽ 6 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് എൻ്റെ കവിത എന്ന പരിഗണന നിങ്ങൾ തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ പ്രായമല്ല എൻ്റെ കവിതയുടെ പ്രായം. എൻ്റെ കവിത ജനിച്ചിട്ട് 5 അല്ലെങ്കിൽ 6 വർഷമേ ആയിട്ടുള്ളൂ. ആ പരിഗണനയിൽ മാത്രമേ കവിതകൾ വായിക്കാവൂ എന്നും കൂടി ഞാൻ പറയുകയാണ്. എൻ്റെ കവിതകളുടെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഇവിടെ തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ സംസാരിക്കപ്പെടുകയുണ്ടായി. എനിക്ക് മനസ്സിൽ തോന്നിയത്, എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത്, അനുഭവിച്ച കാര്യങ്ങൾ, എൻ്റെ ജീവിതാനുഭവങ്ങൾ, അതുപോലെ മറ്റു പലരും പറഞ്ഞത്, ഞാൻ കണ്ടത്, കേട്ടത്, അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സാംശീകരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് കവിതയായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും കഥയെ കഴിഞ്ഞ്, നോവലിനെ കഴിഞ്ഞ് നമുക്ക് കവിതയ്ക്കുള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ അത് ധ്വനിപ്പിച്ച് പറയാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ നേരിട്ട് പറഞ്ഞ
അതുകൊണ്ടായിരിക്കും സ്വതവേ ഇച്ചിരി മടിയും ഒക്കെ ഉള്ളതുകൊണ്ട് കവിതയിലേക്ക് കൂടുതലായിട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സമയം വൈകിയതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അനുഭവങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ലെങ്കിലും വിശ്വമഹാകവി പാബ്ലോ നെരൂദ പറഞ്ഞ ഒരു കവിതാ ശകലം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയിട്ട് പറഞ്ഞത്, പ്രസ്ഥാനം എനിക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുമായിട്ട് മറ്റ് ജനങ്ങളുമായിട്ട് സൗഹൃദം തന്നു. ഏതാണ് അതേപോലുള്ള ഒരു അർത്ഥത്തിലുള്ള കാര്യമാണ് ഞാൻ വരികൾ ശരിക്കും പറഞ്ഞത്. കവിതയിലൂടെ എനിക്ക് ലഭിച്ചത് എൻ്റെ നാട്ടിലും മറ്റ് നാടുകളിലുമൊക്കെയുള്ള മലയാളം അറിയാവുന്ന ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് സൗഹൃദം തന്നു എന്നാണ് പാബ്ലോ നെരൂദയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞുകൊണ്ട് സാധിക്കുക. എന്നോട് ഇതേവരെ പരിചയമില്ലാത്ത, എന്നോട് മിണ്ടാത്ത എൻ്റെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ കവിത എഴുതിയതിനു ശേഷം പ്രസിദ്ധീകരിച്ച് വിടാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇടാറുണ്ട്. പലപ്പോഴും വഴിയിൽ വെച്ച് കാണുമ്പോൾ ആഴ്ചയിൽ മിനിമം ഒരു 3-4 ആളുകളെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, കവിത വായിച്ചു, അല്ലെങ്കിൽ നീണ്ട വീഡിയോ കണ്ടു, അല്ലെങ്കിൽ ആകാശവാണിയിൽ വന്ന കവിത കേട്ടു. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ആഴ്ചയിൽ മിനിമം ഒരു 3-4 പേരെങ്കിലും പുതിയതായിട്ട് എന്നോട് അന്വേഷിക്കാറുണ്ട്. ഇതൊക്കെ കവിത തന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ കവിതയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അതിന് എല്ലാം മറികടക്കുന്ന, അതിനെ എല്ലാം മീതെയുള്ള സന്തോഷം കവിതയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ആ രംഗത്ത് ഞാൻ തുടരുന്നത്. അതിൽ തന്നെ സമയം വൈകിയാൽ ഇനി അതിനെ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഈ സംരംഭത്തിന് തുടക്കം കുറിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ എൻ്റെ പല സുഹൃത്തുക്കളും, ഷൈജു അടക്കമുള്ള സുഹൃത്തുക്കൾ കവിതാ സമാഹാരം ഇറക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ കുറച്ച് സ്ലോവായിട്ട് നിന്നു. അതിനുശേഷം നമ്മുടെ സർഗവേദിയുടെ എല്ലാമായ പ്രസാദ് സാർ, അദ്ദേഹം കുറച്ചാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, സുരേഷ് ഒരു കവിത ഇറക്കുന്നതിനും കവിതാ സമാഹാരം ഇറക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അദ്ദേഹം ഒരുമാതിരിപ്പെട്ട സാഹിത്യ മേഖലയെ കുറിച്ചെല്ലാം വളരെ ഗാഠമായ ജ്ഞാനമുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി പുറകോട്ട് നോക്കണ്ടായിരുന്നു, എന്നാൽ പിന്നെ എന്നെ തുടങ്ങി കളയുമെന്ന് വിചാരിച്ച് ആ ഒരു സ്പോട്ടിൽ നിന്നാണ് ഈ കവിതാ സമാഹാരം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം ഉണ്ടായത്. എന്നെ ഈ ഒരു കവിയെ വളർത്തിയെടുത്തതിനും എഴുത്തിനും എല്ലാത്തിനും ഏറ്റവും പ്രചോദനം കിട്ടിയിട്ടുള്ള ഒരു മേഖലയാണ് സർഗവേദി റീഡേഴ്സ് ഫോറമാണ്. അതിനാൽ സർഗവേദി റീഡേഴ്സ് ഫോറത്തിനോടാണ് എൻ്റെ ആദ്യത്തെ കടമയും കടപ്പാടും എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് AR പ്രസാദ് സാർ ചെയ്ത സേവനങ്ങളും സഹായങ്ങളും എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ള ഈ കവിതകൾ. അതിൻ്റെ പിറകിലുള്ള ബുദ്ധികേന്ദ്രവും അതിൻ്റെ പിറകിലുള്ള അധ്വാനവും എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അതിനാൽ തന്നെ അതിൻ്റെ നന്ദി അദ്ദേഹത്തിന് രേഖപ്പെടുത്തുന്നില്ല, എന്നാൽ അത് പറഞ്ഞു വെക്കാതെ പോകാൻ സാധിക്കില്ല എന്ന് മാത്രം പറയട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഈ കവിത പ്രകാശന ചടങ്ങിലേക്ക് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന സിന്ധു ടീച്ചർ, അദ്ദേഹം ഇതുപോലെ തന്നെ സർഗവേദിയായിട്ടുള്ള ബന്ധം വഴിയാണ് ഇവിടെ എത്തിയത്. ഏറെ തിരക്കുകൾക്കിടയിലും ഈ പ്രകാശന ചടങ്ങിന് സമ്മതിക്കുകയും ഇവിടെ വരികയും നല്ലൊരു പ്രസംഗം ചെയ്യുകയും ചെയ്ത സിന്ധു ടീച്ചർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഷൈജു എൻ്റെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിത്തിരിക്കുകയും ഇവിടെ അതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്ത ആളാണ് ഷൈജു ഞാൻ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അടുത്തടുത്തിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളാണ്. അതിനുശേഷം ഇത്ര ദീർഘ കാലഘട്ടത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടും ആ കാലഘട്ടത്തിലെല്ലാം തന്നെ ഞാനുമായിട്ടുള്ള ബന്ധം വിടാതെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും ഒരു കാലത്ത് നീ പുസ്തകം ഓർക്കുമ്പോൾ അതിൻ്റെ അവതാരിക ഞാൻ തന്നെ എഴുതും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്കാണ് ഈ പുസ്തകത്തിലൂടെ പാലിക്കപ്പെട്ടത്. ഒരുപാട് തിരക്കുകൾ അദ്ദേഹം അധ്യാപകൻ എന്നുള്ള നിലയ്ക്കുണ്ടായിരുന്നു. അതിനിടയിലെല്ലാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിച്ച അദ്ദേഹത്തിന് നന്ദിയോടെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ഈ സർഗവേദി റീഡേഴ്സ് ഫോറത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് അധ്വാനം ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് പിന്നിലുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോടെയും കടപ്പാടോടെയും ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് ഇവിടെ ദൂരെ എനിക്ക് മുഖപരിചയം പോലും ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കണ്ണൂരിൽ ഭാഷാ പോഷണ വേദിയുടെ ജനു അയച്ചങ്കണ്ടി എന്ന് പറയുന്ന സാറ്, അദ്ദേഹം ഇത് പ്രസാദ് സാറിനൊക്കെ പോലെ സാഹിത്യത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് നടക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം കണ്ണൂരിൽ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അദ്ദേഹം പോയി. അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞാൻ 2 വർഷക്കാലം KSRTC കണ്ടക്ടറുടെ ജോലിയിൽ നിന്നു. ആ ഒരു ബന്ധം വെച്ചിട്ടാണ് KSRTC ബാലശാല എന്നുള്ള ആ വലിയ ഒരു സംഘത്തിൽ എനിക്ക് അംഗത്തെ ലഭിച്ചത്. അത് അവരുടെ ഏറ്റവും വലിയൊരു സ്നേഹമാണ് ഞാനിവിടെ ഇപ്പോൾ കാണുന്നത്. അവരുടെ എല്ലാ ദിവസവും 24 hours ജോലി ചെയ്യുന്ന ഒരു രീതിയിലുള്ള ആളുകളാണ്
KSRTCയിലെ ജീവനക്കാർ. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് പ്രദീപ് സാറ് ഇവിടെ എത്തി എന്നുള്ളത് എനിക്ക് വളരെയധികം എന്നാ പറയട്ടെ, വളരെയധികം നന്ദി, എനിക്ക് സ്വയം ചാരിതാർത്ഥ്യമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ക്ഷണിച്ചിട്ട്, ഞാനങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും ആരെയും അങ്ങനെ ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ ക്ഷണിച്ചിട്ട് ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പഞ്ചായത്ത് ചേട്ടനടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാർ, സുരേഷ് ചേട്ടൻ, അങ്ങനെയുള്ള മെമ്പർമാർ, അതുപോലെ തന്നെ സാജൻ കെ ജോസഫ്, അങ്ങനെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട്, മെമ്പർമാർ. അതുപോലെ തന്നെ ഉദയഗിരി പഞ്ചായത്തിലെയും അതുപോലെ നടുവിൽ പഞ്ചായത്തിലെയും ഒക്കെ റിട്ടയർ ചെയ്ത് അല്ലാത്തതുമായിട്ടുള്ള ജീവനക്കാരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളും. അതുപോലെ തന്നെ മണക്കടയിലെ തണൽ സ്വാശ്രയ സംഘം, മണക്കട വെളിച്ചേക്കാടെല്ലാം സഹൃദയ സ്വാശ്രയ സംഘം, ഇവിടെ നിന്നെല്ലാം ബഹുഭൂരിപക്ഷം ആൾക്കാരെ ഇവിടെ എത്തി. ഒക്കെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അയൽപ്പക്കക്കാരായിട്ടുള്ള ഒരുപാട് പേര്, അവരെല്ലാവരും കൂടുതൽ എൻ്റെ അമ്മയുടെ അയൽക്കൂട്ടം, കുടുംബശ്രീ തുടങ്ങിയിട്ടുള്ളതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവരൊക്കെ എങ്ങനെ വന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചാബിൽ എൻ്റെ കൂടെ ജോലി ചെയ്ത് ബന്ധം വെച്ചിട്ട് ഷിബു ഇവിടെ വന്നു. അതുപോലെ തന്നെ മറ്റു പല സുഹൃത്തുക്കളും ഇവിടെ, അതുപോലെ തന്നെ SLC ബാച്ചിലെ ആളുകൾ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, PG പഠിച്ചപ്പോഴത്തെ ആളുകൾക്ക്, ഇതിനകത്ത് ആരെയൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് എന്നെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ അല്ലെങ്കിൽ ഒരുപാട് സ്വന്തക്കാരെ, ബന്ധുക്കാരെ, കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഏതെങ്കിലും പേര് വിട്ടുപോയാലും ശങ്കിച്ചിട്ടാണ് പേരെടുത്ത് പറയുന്നത്. അതുപോലെ എൻ്റെ കവിതകളൊക്കെ സ്ഥിരം പാടിത്തരികയും ഇവിടെയും വന്ന് പാടുകയും ചെയ്തിട്ടുള്ള സെലിൻ പടിഞ്ഞാറത്തലമുറി, അതുപോലെ തന്നെ ഷാജി മറ്റത്തിൽ, മണക്കട, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ആരുടെയെങ്കിലും സംഘത്തിൻ്റെ പേര് അല്ലെങ്കിൽ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ദയവായി ക്ഷമിക്കണം. എല്ലാവരെയും സന്തോഷത്തോടെയും നന്ദിയോടെയും വീണ്ടും വീണ്ടും ഓർക്കുന്നു. എൻ്റെ കവിതയ്ക്ക് തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണം. നന്ദി, നമസ്കാരം. സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നന്ദി പ്രകാശത്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിന് തൊട്ട് മുന്നേ സുരേഷ് ബാബുവിൻ്റെ മറുപടി പ്രസംഗത്തിൽ എല്ലാവർക്കുമുള്ള നന്ദി സുരേഷ് ബാബുവിന് വകയുണ്ടായിരുന്നു. എങ്കിലും റീഡേഴ്സ് ഫോറത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ചടങ്ങിൽ വന്ന വ്യക്തികൾക്കും ഈ പരിപാടി ഭംഗിയാക്കി തീർത്ത എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നേരെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ യോഗം അധ്യക്ഷൻ ശ്രീ പ്രദീപ് സാറാണ്. അദ്ദേഹം നമ്മുടെ സംഘവേദിയുടെ പ്രസിഡന്റാണ്. പ്രദീപ് സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. സിന്ധു ടീച്ചർ അങ്ങനെ ഒറ്റവാചകത്തിൽ നന്ദി പറഞ്ഞു പോകാൻ പറ്റില്ല എന്നെനിക്കറിയാം. കാരണം ടീച്ചറിന്റെ പ്രഭാഷണം ഞാൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഇവിടെ വന്ന നമുക്ക് ഓരോരുത്തർക്കും കവിത എഴുതാൻ പറ്റും എന്നാണ് സിന്ധു ടീച്ചർ പറഞ്ഞു വെച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കവിത എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്, അതിനുശേഷം ഒരു കവി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും കവിതയ്ക്ക് എന്താണ് വിഷയമാവേണ്ടതെന്ന് ടീച്ചർ വ്യക്തമായി പറഞ്ഞു വെച്ചു. നമുക്കൊക്കെ എഴുതി എങ്ങനെ വേറൊരാൾ എഴുതിയതുപോലെ ആയി തോന്നിയാലും നമ്മൾ ഒരാളുടെ കൈ പിടിച്ച് ഏറ്റു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിഷമിക്കേണ്ട എന്ന് ടീച്ചർ പറഞ്ഞു. പിന്നെ ടീച്ചർ പറഞ്ഞു, നമ്മൾ ആശുപത്രി കിടക്കുമ്പോൾ കാണാൻ വരുന്ന ഒരു ആളെ അല്ലെങ്കിൽ പരിചരിക്കുന്ന ഒരു നഴ്സിനെ കുറിച്ച് നമുക്ക് എഴുതാം. അതൊക്കെ വലിയ 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 കവികൾ എഴുതി പറഞ്ഞ കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. നമുക്കും അതൊക്കെ ഇനിയും എഴുതാമെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചറിന് ഒത്തിരി നന്ദി. പുസ്തകം ഏറ്റുവാങ്ങിയത് പ്രസാദ് മാഷാണ്. പ്രസാദ് മാഷ് നമ്മുടെ എല്ലാമാണ്. ഈ സംഘടനയുടെയും ആലക്കോടിന്റെയും ഒക്കെ സാംസ്കാരിക രംഗത്തെ സാന്നിധ്യമാണ്. സാറിന് എന്തായാലും ആ രീതിയിൽ റീഡേഴ്സ് ഫോറത്തിന്റെ ഒരു ഔദ്യോഗികമായ നന്ദി. ഷൈജു സാറ് സംസാരിച്ച് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ കണ്ണൂരിന്റെ സാംസ്കാരിക ഭൂപടത്തിലെ ഒരു വിള്ളൽ എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ മലയോര ബെൽറ്റും കണ്ണൂർ ബെൽറ്റും തമ്മിലുള്ള ശരിയായ ഒരു വ്യത്യാസം, അതിനെ പൂരിപ്പിക്കാനായിരിക്കണം സുരേഷ് ബാബുവിനെ പോലെയുള്ള, അല്ലെ അതിനെ കൂട്ടിച്ചേർക്കാനായിരിക്കണം സുരേഷ് ബാബുവിനെ പോലെയുള്ള നമ്മുടെ നാട്ടിലെ പുതിയ കവികളും എഴുത്തുകാരും പ്രവർത്തകരും
സുരേഷ് ബാബുവിന്റെ കവിതകൾ അത്ര മേലാകാതിരുന്നെങ്കിലും പിന്നീട് സാറിന്റെ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉജ്ജ്വലമായ കവിതകളാണെന്ന് മനസ്സിലാക്കി സാറ് സുരേഷിനെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന് കൈപിടിച്ച് അവതാരിക എഴുതുമെന്ന് ഉറപ്പ് കൊടുത്ത് ഇവിടം വരെ എത്തി. സാർ ഇവിടെ വന്നു. ഒത്തിരി നന്ദി. ആലക്കോടിന്റെ നന്ദി. അടുത്തത് ജോർജ് സാറാണ്. ഇവിടെ കവിതകൾ അവതരിപ്പിച്ചവർക്കുള്ള നന്ദി, പാട്ടുകൾ പാടിയവര്, ആശംസകൾ അവർക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ വളരെ അർത്ഥസമ്പുഷ്ടമായിട്ട് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനെ സമ്പന്നമാക്കി. സുരേഷ് ബാബു ആലക്കോടിന്റെ ഒരു അഭിമാനമായിട്ട് നമ്മുടെ ഒപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്ത കവിതാ പ്രകാശനം ഇവിടെ വെച്ചായിരിക്കുമോ അതോ കുറെ കൂടി വലിയൊരു സദസ്സിലേക്ക് പോകുമോ? അടുത്തതും കൂടി നമുക്ക് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ആദ്യത്തെ ഒരു കവിതാ സമാഹാരം അങ്ങനെ ബുദ്ധിമുട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങനെ തുടരെ എഴുതാനുള്ള ഒരു ഊർജ്ജമാണ് ഇതിൽ നിന്ന് സുരേഷ് ബാബുവിന് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഏറ്റെടുത്ത് നടത്താൻ സർഗവേദി റീഡേഴ്സ് ഫോറത്തിനെ വിശ്വസിച്ചേൽപ്പിച്ച സുരേഷ് ബാബുവിന് ഞങ്ങളുടെ ഒത്തിരി നന്ദി. പിന്നെ ഇന്ന് ഇവിടെ വന്നവര് സുരേഷ് ബാബു എല്ലാവരെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവര് എല്ലാവർക്കും ഈ ചടങ്ങിൽ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. കുറച്ച് ശ്രദ്ധ കുറഞ്ഞ് വർത്താനം പറഞ്ഞ ചിലരുണ്ട്. അത് നമ്മളിങ്ങനെ പഴയ ആൾക്കാരൊക്കെ കണ്ട സന്തോഷത്തിൽ വർത്താനം പറഞ്ഞാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഈ മുന്നിലിരിക്കുന്നവർക്ക് ആ ഒരു മൂന്ന് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതൊന്നും സാരമില്ല. എങ്കിലും അവസാന നിമിഷം വരെ എല്ലാ കസേരകളും നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞത് പറഞ്ഞ സമയത്ത് തന്നെ ഈ പ്രോഗ്രാം തുടങ്ങാൻ പറ്റും. സർഗവേദി ഫോറത്തിന്റെ പരിപാടികളുടെ ഒരു പ്രധാന സവിശേഷത അതാണ്. പറഞ്ഞ സമയത്ത് തുടങ്ങുകയും പറഞ്ഞ സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം സുരേഷ് ബാബുവിനോടുള്ള സ്നേഹനിമിത്തം ഒത്തിരി ആൾക്കാർ വന്നു, ഒത്തിരി സംഘടനയുടെ പ്രതിനിധികൾ വന്നു. അവർക്കൊക്കെ